ഭൂമിമേൽ സൂര്യന്റെ ചൂടധികരിച്ച് മനുഷ്യർ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എത്രയോ പേരാണ് സൺസ്ട്രോക്കേറ്റ് മരിച്ചത്? എത്രയോ പേർ സൺസ്ട്രോക്കേറ്റ് ഈ ഭൂമിയിൽ മരിച്ചെന്നറിയാമോ? 2016 ആണ്ട് ഏപ്രിൽ മാസം എനിക്കും ഒരു സൂര്യാഘാതം ഏൽക്കുവാനിടയായി. അന്ന് ഞങ്ങളുടെ സ്ഥലത്ത് നടന്നൊരു മീറ്റിംഗില് ഉച്ചയ്ക്ക് ഒരു പരസ്യയോഗം നടത്താൻ ഒരു 2 മണി തുടങ്ങി 3:30-4 മണി വരെയുള്ള സമയത്ത് ഞാൻ ആ ജംഗ്ഷനിൽ കൂടെ സ്കൂട്ടറിൽ ഇങ്ങനെ സഞ്ചരിച്ച് രാത്രി എന്തോ എനിക്ക് തോന്നി ആ സമയത്ത് നിൽക്കുമ്പോൾ പുറത്തുകൂടെ ഒരു കൊല്ലിയാൻ മിന്നുന്നത് പോലെ ഒരു അനുഭവം. രാത്രിയിൽ ഞാൻ ചെന്ന് മുറിയിൽ ചെന്ന് ഒരു സഹോദരനെ കൊണ്ട് എന്റെ പുറം നോക്കുമ്പോൾ പുറമെല്ലാം വിണ്ടുകീറി, തൊലിയെല്ലാം കീറിയിരിക്കുന്ന അവസ്ഥ, വട്ടത്തിൽ പപ്പടം പൊള്ളിയിരിക്കുന്നത് പോലെ ഇരിക്കുന്നു. എന്റെ ശരീരത്തിൽ അതേറ്റു. കാരണം സൂര്യൻ ഭൂമിയെ കൊല്ലുവാൻ, ഭൂമിയിലെ മനുഷ്യനെ ചുടുവാൻ വേണ്ടി ലോകത്തിലേക്ക് വരും. ഇത് യാദർച്ഛികമാണോ? ഇങ്ങനെയുള്ള സംഭവങ്ങൾ യാദർച്ഛികമാണോ? ഇതിനെന്തെങ്കിലും വേദപുസ്തക അടിസ്ഥാനമുണ്ടോ? ഉണ്ട്. വായിക്കാം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 8-ാം വാക്യം അതിനാധാരമായി നമുക്കൊന്ന് വായിക്കാം. വായിച്ചട്ടെ. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം. 4-ാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. 4-ാമത്തവൻ തന്റെ കലശം സൂര്യന്മേൽ ഒഴിച്ചപ്പോൾ തീ കൊണ്ട് ഭൂമിയെ ചുടുവാൻ, മനുഷ്യനെ ചുടുവാൻ അതിന് അധികാരം ലഭിച്ചെന്ന്. അപ്പൊ ചുടുവെന്നുള്ളത് ഉറപ്പ്, ഒരു തർക്കവും വേണ്ട. ഭൂമിയെ, ഈ ലോകത്തിലെ മനുഷ്യനെ ചുട്ടുകൊല്ലുവാൻ സൂര്യന് അധികാരം കിട്ടുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ, ഗ്ലോബൽ വാർമിംഗും ഇതുപോലെയുള്ള ഈ CME ഒക്കെ വർധനവിനാല് എന്താണ് ഭൂമിയിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിക്ക് ഒരു കൂളറുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാമല്ലോ, ഇന്നത്തെ ഓഫീസുകളില് പല സ്ഥാപനങ്ങളിലോട്ടൊക്കെ കയറി ചെന്ന് നട്ട വെയിലത്തുനിന്ന് അകത്തോട്ട് കയറുമ്പോൾ അകത്തൊരു തണുപ്പ്. എന്താ തണുപ്പിന്റെ കാരണം എന്നറിയാമോ? അതിനകത്ത് എയർ കണ്ടീഷൻ AC വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നല്ല കൂളറായിരിക്കും വെച്ചിരിക്കുന്നത്, ഒരു തണുപ്പ്. അതുപോലെ ഈ ഭൂമിക്ക് ഒരു കൂളറുണ്ട്. ഏതാ കൂളർ എന്നറിയാമോ? അന്റാർട്ടിക്ക, ഗ്രീൻലാൻഡ്. ഈ സ്ഥലങ്ങൾ ഭൂമിയുടെ കൂളറാണ്. ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയെങ്കിലും ചൂടില്ലാതെ ഈ ഒരു അവസ്ഥയിലെങ്കിലും നമ്മൾ നിന്നു പോകുന്നത്. ഈ ഭൂമിയുടെ കൂളർ ഉള്ളത് കൊണ്ടാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ശക്തമായ ചൂടുകൾ ഭൂമിയുടെ കൂളറിന് സാരമായ കേട് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പിക്ചർ നമ്പർ 30, ദൈവത്തിന് സ്തോത്രം, ഐസ്ബർഗ് ബ്രേക്ക് ഓഫ് എന്ന് പറയുന്ന ഒരു പിക്ചർ നിങ്ങൾക്കവിടെ കാണുവാൻ കഴിയും. അന്റാർട്ടിക്ക എന്ന് പറയുന്ന ആ ഭൂഖണ്ഡത്തില്, മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ ഭൂഖണ്ഡത്തില്, ദൈവത്തിന് സ്തോത്രം, ഈ അടുത്ത സമയത്ത്, അതായത് 2017 ആണ്ടിന്റെ അവസാനത്തിൽ സംഭവിച്ച ഒരു വിഷയം, ഒരു വിള്ളലാണ് ഈ കാണുന്നത്. ലാർസൻ സി എന്ന് പറയുന്ന ഒരു വലിയ മഞ്ഞുമല അന്റാർട്ടിക്കയിലുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1,00,000 കോടി ടൺ ഭാരമുള്ളതായ ഒരു വലിയ മഞ്ഞുമല, ആ ലാർസൻ സി എന്ന് പറയുന്ന ആ വലിയ മഞ്ഞുമലയിൽ നിന്ന് പിളർന്നു മാറിപ്പോകുവാൻ ഇടയായി തീർന്നു. പശ്ചിമ അന്റാർട്ടിക്കയിൽ ലാർസൻ സി എന്ന് പറയുന്ന ആ മഞ്ഞുമലയിൽ നിന്ന് ഈ ഭാഗം കാണുന്നത് ഒരു വലിയ പിളർപ്പാണ്. ദൈവത്തിന് സ്തോത്രം. ആ പിളർപ്പ്, ഇത് ഒരു മഞ്ഞുമല മറ്റൊന്നായി, ഒരു വലിയ മഞ്ഞുകട്ടയായി അത് പിളർന്നു മാറിപ്പോയി. ഇതിന്റെ വലിപ്പം ഞാനൊന്ന് പറയാം, 5200 സ്ക്വയർ കിലോമീറ്റർ. ദൈവത്തിന് സ്തോത്രം. കേരളത്തെ ട്രിവാൻഡ്രത്തു നിന്ന് ഡൽഹി വരെ പോകണമെങ്കിൽ ഏതാണ്ട് 2600 കിലോമീറ്ററേ ഉള്ളൂ. ഈ പിളർന്നു മാറിയ മഞ്ഞുമലയുടെ ചുറ്റളവ് പറഞ്ഞാൽ 5800 സ്ക്വയർ കിലോമീറ്റർ. അതിന്റെ വലിപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത് സമുദ്രത്തിലൂടെ ഒഴുകി തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അത് സമുദ്രത്തിലൂടെ ഒഴുകി തുടങ്ങി. ഇന്തോനേഷ്യ ദ്വീപായിരിക്കുന്ന ബാലി എന്ന് പറയുന്ന ഒരു ദ്വീപിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിന്റെ അത്രയും വലിപ്പമുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നായ ലക്സംബർഗ്, ആ രാജ്യത്തിന്റെ അത്രയും വലിപ്പമുള്ള ഒരു മഞ്ഞുമല അന്റാർട്ടിക്ക ലാർസൻ സി എന്ന് പറയുന്ന ആ മഞ്ഞ് പ്രതലത്തിൽ നിന്ന് പിളർന്നു മാറി സമുദ്രത്തിലേക്ക് ഒഴുകി തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഇതിന്റെ ആ ഭീകരത മനസ്സിലാക്കുവാൻ നമുക്കറിയാമല്ലോ, ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിന്റെ നാശത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് നശിച്ചു പോയത് ഒരു വലിയ മഞ്ഞുമലയിൽ ഇടിച്ചിട്ട്. ആ മഞ്ഞുമലയുടെ വലിപ്പം ഞാൻ നിങ്ങളോടൊന്ന് പറയാം. 15 മുതൽ 30 മീറ്റർ വരെ ഉയരവും 200 തുടങ്ങി 400 മീറ്റർ വരെ നീളവും. ദൈവത്തിന് സ്തോത്രം. അത്രേ ഉള്ളായിരുന്നു ആ മഞ്ഞുമലയുടെ ഉയരം. അതിന്റെ വലിപ്പം ഏതാണ്ട് 400 മീറ്റർ, അത്രമാത്രം, ഏതാണ്ട് 1/2 കിലോമീറ്റർ. അങ്ങനെ അത്രയും വലിപ്പമുള്ള ഒരു മഞ്ഞുമല ഒരു വലിയ കപ്പലിനെ ഇടിച്ചു തകർത്തുടച്ചെങ്കിൽ ഒന്ന് നോക്കിയേ, അതിനേക്കാൾ എത്ര മടങ്ങ്, എത്ര 10 മടങ്ങ് വർധന വലിപ്പമുള്ള ഒരു ഭീകരമായ മഞ്ഞുമല പിളർന്നു മാറി ഒഴുകിപ്പോകുമ്പോൾ ഇതിന്റെ ആ തീവ്രതയൊന്ന് മനസ്സിലാക്കുവാൻ പറഞ്ഞതാ. 5800 സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള വിസ്താരമായ ബൃഹത്തായ ഈ മഞ്ഞുമല അന്റാർട്ടിക്കയിൽ നിന്ന് പിളർന്നു
പിളർന്നു മാറി ശക്തമായ ഒരു പ്രതിഭാസത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഇതുണ്ടാകാനുള്ള കാരണം ഇനി അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒന്നുകൂടെ വിശദമായി പറയാം. അത് പിളർന്നു മാറി സമുദ്രത്തിലേക്ക് ഒഴുകിയപ്പോൾ ശാസ്ത്രലോകം ഞെട്ടി. അവർ പറഞ്ഞെന്തെന്നറിയാമോ? ഇത് സമുദ്രത്തിലൂടെ ഒഴുകിക്കഴിഞ്ഞാൽ സമുദ്രത്തിന്റെ നിരപ്പ് ഉയരും. ദൈവത്തിന് സ്തോത്രം. എറണാകുളത്ത് ഈ അടുത്ത സമയത്ത് ഫോർട്ട് കൊച്ചി ബീച്ചില് അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് പറഞ്ഞു, ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ കടൽ തീരം മുഴുവൻ കടലെടുത്തു കൊണ്ടുപോയി. കടൽ കയറി ചീനവലകൾ. ഫോർട്ട് കൊച്ചി ബീച്ചിൽ ചീനവല പോയി കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെന്ന് കൈയുയർത്തിയേ. ചീനവല കണ്ടിട്ടുള്ളവര് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇരിക്കുന്ന ചീനവലകൾ പലതും ഇപ്പൊ മണ്ണിനകത്തായി. കാരണം കരയെടുത്തുകൊണ്ടുപോയി മണൽ വന്ന പ്രത്യേക ഒരവസ്ഥയിലേക്ക് വന്നു കയറി വല്ലാത്തൊരവസ്ഥയിൽ ഇപ്പോൾ നിന്നു പോവുകയാ. ഭീകരമായ അവസ്ഥകൾ സമുദ്രത്തിൽ കാണുകയാ. എവിടെ നോക്കിയാലും ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ പ്രപഞ്ചം ഇന്നിങ്ങനെ നിലനിൽക്കുന്നത് 7 സിസ്റ്റങ്ങളിന്മേലാ. 7 സിസ്റ്റത്തിന്റെ ബേസിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇത് പറയുമ്പോൾ അവിടൊക്കെ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 1 സൂര്യൻ, 2 ചന്ദ്രൻ, 3 നക്ഷത്രം, 4 ആകാശം, 5 ഭൂമി, 6 സമുദ്രം, 7 ഭൂമിയുടെ അടിത്തട്ട്. ഇങ്ങനെ 7 സിസ്റ്റത്തിന്മേലാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ സ്ഥാപിതമായി നിൽക്കുന്നത്. 7 ഭാഗത്തേക്ക് നോക്ക്. സൂര്യനിൽ പ്രശ്നം, ചന്ദ്രനിൽ ബുദ്ധിമുട്ട്, നക്ഷത്രങ്ങൾ ഇളകുന്നു, ആകാശം ഇളകുന്നു, സമുദ്രം ഇളകുന്നു, ഭൂമി ഇളകുന്നു. ഭൂമിയുടെ അടിത്തട്ട് പൊട്ടി കീറിയിട്ട് അവിടുന്ന് ലാവാപുറത്തേക്ക് ഒഴുകുന്നു. എല്ലാം തകർന്നു പോകുമ്പോൾ അറിയണം ഈ പ്രപഞ്ചത്തിന് ഇങ്ങനെ മുൻപോട്ട് അധികകാലം പോകുവാൻ സാധ്യമല്ല. സമുദ്രത്തിന്റെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചാർട്ടിന്റെ അടുത്ത ഭാഗത്തിലേക്ക് വരാം. പിക്ചർ നമ്പർ 14. ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഗ്രീൻലാൻഡിനെ കുറിച്ച് പഠിച്ചാൽ അതും ഐസ് പാളികൾ മൂടിക്കിടക്കുന്ന ഒരു പ്രത്യേക ഭാഗമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഏതാണ്ട് 17.99 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. മുഴുവൻ മഞ്ഞിനാൽ ഐസിനാൽ മൂടിക്കിടക്കുന്ന ഒരു സ്ഥലം. ഇപ്പോഴത്തെ കണക്കനുസരിച്ച്, അതായത് ഇപ്പോഴത്തെ ഈ ഗ്ലോബൽ വാർമിംഗും സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന ഈ വിധമായ പ്രതിഭാസങ്ങളും നിമിത്തമായിട്ട് ഗ്രീൻലാൻഡിൽ നിന്നും മഞ്ഞ് അതിവേഗത്തിൽ ഐസ് ഉരുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം നാസ ഈ അടുത്ത സമയത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞത് 26,000 കോടി ടൺ മഞ്ഞ് ഐസാണ് ഒരു വർഷം ഉരുകി കടലിലേക്ക് ഒഴുകുന്നത്. ഒന്ന് ഓർത്തു നോക്കണം. 26,000 കോടി ടൺ ഐസ് വർഷം തോറും പെറിയർ ഓരോ വർഷവും ഉരുകി സമുദ്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞു ഈ പ്രതിഭാസം ഇങ്ങനെ ഇപ്പോഴത്തെ നിലയിൽ തുടർന്നാൽ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഐസ് രഹിതമായ ഒരു സ്ഥലമായി മാറും. മാത്രമല്ല ആ ഭാഗത്തെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് അവർ വളരെ വ്യക്തമായ ഒരു സെർച്ച് നടത്തി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ശാസ്ത്രം ഞെട്ടിപ്പോയ മറ്റൊരു കണ്ടുപിടുത്തം അവിടെ അവർ കണ്ടുപിടിക്കുവാനിടയായി. ഈ ഭൂമിയിലെ ഏറ്റവും ശക്തമായ അഗ്നിപർവ്വത മേഖല എന്ന് പറയുന്നത് ഗ്രീൻലാൻഡ് ആണ്. ഈ ഭൂമിയിൽ ഏറ്റവും ശക്തമായ അഗ്നിപർവ്വത മേഖലകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതിശക്തമായ 91 അഗ്നിപർവ്വതങ്ങൾ ഈ ഐസുപാളികളുടെ അടിയിലുണ്ട്. ഇത് കേട്ടപ്പോഴാണ് ശാസ്ത്രം പേടിക്കാൻ തുടങ്ങിയത്. അവർ പറഞ്ഞു ഈ നിലയിൽ മഞ്ഞുരുകിയാൽ, ഇവിടുത്തെ ഐസുരുകി മാറിപ്പോയാൽ, ദൈവത്തിന് സ്തോത്രം, ഈ ഭൂമിക്ക് വരുവാൻ പോകുന്ന വിപത്ത് ഏതാണ്ട് അതിനെക്കുറിച്ച് ഒരു കണക്കിപ്രകാരം പറഞ്ഞിരിക്കുന്നത് 100 മുതൽ 3850 മീറ്റർ വരെ ഉയരമുള്ള വോൾക്കാനോകൾ അവിടെ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വോൾക്കാനോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, അഗ്നിപർവ്വതങ്ങളുടെ പേരാണ്. വോൾക്കാനോ ഇറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വത സ്ഫോടനം. 100 മീറ്റർ തുടങ്ങി 3850 മീറ്റർ വരെ ഉയരമുള്ള അഗ്നിപർവ്വതങ്ങൾ, ലാവ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ ഈ ഗ്രീൻലാൻഡിന്റെ അടിയിലുണ്ട് എന്ന് അവർ കണ്ടുപിടിക്കുവാനിടയായി. മാത്രമല്ല വീണ്ടും അതിനെക്കുറിച്ച് അവർ പറഞ്ഞത് ഈ അടുത്ത സമയത്ത് നാസ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മറ്റൊരു കണ്ടുപിടുത്തം അവർ നടത്തുവാനിടയായി. ഈ മഞ്ഞുരുക്കത്തിന്റെ കാരണം എന്താണ്? ഇതിന്റെ കാരണമെന്ന് അവർ ചിന്തിച്ചപ്പോൾ പടിഞ്ഞാറൻ അന്റാർട്ടിക്കയിലെ പേര് കേട്ടൊരു സ്ഥലമുണ്ട്, മരി ബാർലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലം. അവിടെ ഇവർ പഠനം നടത്തിയപ്പോൾ ഹെലികോപ്റ്ററിൽ അവിടെ ഇറങ്ങി അവർ പഠനം നടത്തി. അവിടുന്ന് പ്രത്യേക ഒരു ചൂട് ഇങ്ങനെ മേലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക കേന്ദ്രത്തിലൂടെ ഇങ്ങനെ ചൂട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഇവിടുത്തെ ഐസുരുക്കത്തിന്റെ കാരണം എന്ന് കണ്ടുപിടിച്ച് അതിനെ തുടർന്നാണ് ഭൂമിയിലെ ഏറ്റവും ശക്തമായ അഗ്നിപർവ്വത മേഖല ഗ്രീൻലാൻഡ് ആണ് എന്ന് കണ്ടുപിടിച്ചു. ഇങ്ങനെയുള്ള ചൂട് തുടർച്ചയായി ആ ഭാഗത്ത് ഉണ്ടായാൽ അവിടുത്തെ ഐസ് പാളികൾ ഉരുകി ഓരോ ദിവസവും മാറിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഈ അഗ്നിപർവ്വതങ്ങൾ ഒന്നൊന്നായി പൊട്ടുവാൻ തുടങ്ങും. ഗ്രീൻലാൻഡില് ഈ മൂടിക്കിടക്കുന്ന ഏതാണ്ട് ഈ കിടക്കുന്ന ഐസ് പാളികളുടെ 2 കിലോമീറ്റർ താഴേക്ക് തുറന്നു ചെന്നാൽ അവിടെ മുഴുവൻ വോൾക്കാനയാണ് കാണുവാൻ
കാണുവാൻ കഴിയുന്നത്. അഗ്നിപർവ്വതങ്ങൾ അത് പൊട്ടി ഒഴുകിയാൽ ഈ അടുത്ത സമയത്ത് ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചത് ഇപ്രകാരം, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസിലാണെന്ന് തോന്നുന്നു, ഒരു റിപ്പോർട്ട് ഇപ്രകാരം ഞാൻ കണ്ടത്, ആ അഗ്നിപർവ്വതങ്ങൾ ഒന്നൊന്നായി പൊട്ടിയാൽ ഈ ഭൂമിയുടെ 1/3 പൂർണ്ണമായി നശിച്ചു പോകും എന്നാണ് അവർ പറഞ്ഞത്. അതിന് പറ്റിയ കാരണങ്ങളൊക്കെ നിരത്തിയിട്ട് പറഞ്ഞു, ഈ ഭൂമിയുടെ 1/3 അത് പൂർണ്ണമായി നശിപ്പിക്കുവാൻ അതിന് ശേഷിയുണ്ട്. ശാസ്ത്രം ഇന്ന്, ആധുനിക ശാസ്ത്രത്തിന്റെ പഴക്കം പഠിക്ക് 500 വർഷം, AD 1500 ആധുനിക ശാസ്ത്രത്തിന്റെ ഉൽപ്പത്തി. 500 വർഷം മാത്രം പഴക്കമുള്ള ശാസ്ത്രം ഇന്ന് നവീന ടെക്നോളജിയിൽ കണ്ടുപിടിച്ചു, ഭൂമിയുടെ 1/3 നശിപ്പിക്കുവാനുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഭൂമിയിൽ ഉണ്ടാകും. ഇതിന് ദൈവവചനവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഉണ്ട്. പറയാം, വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഒന്നാമത്തവൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി. ഭൂമിയിൽ 1/3 വെന്തുപോയി. അടുത്തത്, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. ഭൂമിയിലുള്ളതിൽ 1/3 വെന്തുപോയി. 2000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിൽ യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, ഇന്നത്തെ ശാസ്ത്രം പറയുന്ന 1/3 ഇല്ലാതാക്കാൻ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകും. ദൈവവചനത്തിന് തെറ്റുവരികയല്ല കേട്ടോ. വചനത്തിന് ഒരിക്കലും തെറ്റില്ല. വചനത്തിനെ തിരുത്തുവാൻ സാധ്യമല്ല. ശാസ്ത്രം ഒരു കാലത്ത് വചനത്തെ തള്ളിക്കളഞ്ഞപ്പോൾ ഇന്നവരതിനെ അംഗീകരിച്ച് പറയുന്നു, ഭൂമിയിൽ 1/3 വെന്തു പോകും. അത് വ്യക്തമായി എടുത്തെഴുതിയത് ശാസ്ത്രം പറയുന്നു. ഈ അഗ്നിപർവ്വതങ്ങളൊന്നൊന്നോട് ചേർന്ന് അങ്ങോട്ട് ഉടഞ്ഞു വാരിയാൽ ഈ ഭൂമി നശിച്ചു പോകുവാൻ ഇടയായി തീരും. 1/3 പോകും. ബൈബിൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കൃത്യതയോടുകൂടെ പറഞ്ഞ കാര്യം അത് നിവർത്തിക്കപ്പെടുവാൻ പോകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ അടുത്ത സമയത്ത് ഓസ്ട്രേലിയയിൽ നടന്നൊരു സംഭവം. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും മൈഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ട് പോവുക. കാനഡ വിട്ടു, UK വിട്ടു, ന്യൂസിലാൻഡ് വിട്ടു. ഇപ്പൊ എല്ലാവരും ഓസ്ട്രേലിയ. എല്ലാവരും അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം, പിള്ളേരെ ഓസ്ട്രേലിയയിൽ പോകാനായിട്ടിരിക്കുകയെന്നാ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഓസ്ട്രേലിയയിലോട്ട് പോകാനിരിക്കുക. ഓസ്ട്രേലിയയിൽ നടന്ന സംഭവം പറയാം, പിന്നെ ഇനി ആരും അങ്ങോട്ട് പോകുന്നറിയില്ല. അവിടെ ചൂട് കൂടി ഏതാണ്ട് 49 ഡിഗ്രി ചൂട് അവിടുത്തെ റോഡുകളിൽ ഉണ്ടായിട്ട് റോഡ് ടാർ ഉരുകി ഒഴുകുകയാണ്. റോഡ് വെള്ളം പോലെ ഉരുകി ഒഴുകുന്ന സംഭവം ഓസ്ട്രേലിയയിൽ നടന്ന സംഭവം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മലയാള മനോരമ പത്രത്തിൽ വ്യക്തമായി വന്ന വാർത്തയാ, നിങ്ങളും വായിച്ചിട്ടുണ്ടാകൂ. ഓസ്ട്രേലിയ നല്ല നാടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നു. അവിടുത്തെ റോഡ് ചൂട് കൊണ്ട് ഉരുകി വെള്ളം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക. നടക്കാൻ പറ്റുകയില്ല. ടാർ ഉരുകി ഒഴുകുന്നതിനകത്തോട് നടക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടേറിയ അവസ്ഥ. ലോകം മുഴുവൻ വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അന്തരീക്ഷം മുഴുവൻ മലീമസമാകുന്നു. ഭൂമിക്ക് നാശമുണ്ടാകുന്നു. നക്ഷത്രങ്ങൾ താഴോട്ട് വരുവാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഫെബ്രുവരി 4, ഇന്നിപ്പോ ജാനുവരി മാസം 23. ദൈവത്തിന് സ്തോത്രം. ഇനി ചില ദിവസങ്ങൾ കൂടെ ഉണ്ട്. ഒരു 10 ദിവസം കഴിയുമ്പോൾ ഫെബ്രുവരി 4 പ്രത്യേകത ഉള്ള ദിവസമായിട്ടാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിലെ ഏറ്റവും വലിയ കെട്ടിടം ഏതാണെന്നറിയാം? ബുർജ് ഖലീഫ. ബുർജ് ഖലീഫ കണ്ടിട്ടുള്ളവർ കയ്യുയർത്തിയേ. ദുബായി പോയി കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കയ്യുയർത്തിയായിട്ട് കാണട്ടെ. വളരെ കുറച്ച് പേരുണ്ട്. ഞാൻ ഇഷ്ടം പോലെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ പത്രത്തിലാണെന്ന് മാത്രം. പല പ്രാവശ്യം അധികം കണ്ടിട്ടുണ്ട്. പേപ്പറില്, പത്രത്താളിൽ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നിങ്ങൾ പോയി കണ്ടവിടെ ആയിരിക്കാം. പോട്ടെ, സാരമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിന്റെ പൊക്കം എത്രയെന്നറിയോ? 0.8 കിലോമീറ്റർ. ഏതാണ്ട് 800 മീറ്റർ ഉയരമാണ് ബുർജ് ഖലീഫയ്ക്ക്. എന്നാൽ ഇപ്പോൾ നാസ ഒരു പുതിയ കാഴ്ച കണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 4-ാം തീയതി ഭൂമിയുടെ സമീപത്തോടെ ഒരു കൂറ്റൻ പാറക്കഷണം പോകാൻ പോകുകയാണ്. അതിന്റെ വലിപ്പം ഏതാണ്ട് 1 കിലോമീറ്റർ മുകളിലാണ്. 1 കിലോമീറ്റർ വലിപ്പമുള്ള ഒരു ഭീമൻ ഉൽക്ക ഭൂതലത്തിന് സമീപത്തോടുകൂടെ പോകാൻ പോകുന്ന പോലും. ഏതാണ്ട് അതിന്റെ സ്പീഡ് എത്രയെന്നറിയാം? നമ്മുടെ അംബാസഡർ കാർ പോകുന്ന പോലെ 40 കിലോമീറ്റർ ഒന്നുമല്ല. 1,10,000 കിലോമീറ്റർ വേഗതയിൽ ഭൂമിയുടെ സമീപത്തൂടെ ഫെബ്രുവരി 4-ാം തീയതി ഒരു ഭയങ്കര പടുകൂറ്റൻ പാറക്കഷണം പാഞ്ഞു പോകാൻ പോകുന്നു. അതിന്റെ അകലം, ഭൂമിയുമായിട്ടുള്ള അകലം പഠിച്ചിട്ട് ശാസ്ത്രം പറയുന്നത് ഭൂമിക്ക് വിപത്ത് വരുമോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റുകയില്ല. വന്നാല് എന്താന്ന് വെച്ചാൽ പ്രതിവരും നോക്കാം. വന്നാ നോക്കാമെന്ന, വരും എന്നുള്ളത് ഉറപ്പാ. എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയുകയില്ല. അപ്പോ കണ്ടം പേര് ഒരു കാര്യം റാന്നിക്കാരൊക്കെ ഓർത്തു കൊള്ളണം. ഞാനന്ന് കേരളത്തിലില്ല, ഞാനന്ന് നോർത്ത് ഇന്ത്യയില്ല. അവിടാണോ ഇനിയും വല്ലതും സംഭവിക്കാൻ പോയി എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ഭൂമിക്ക് നാശം വരുമെന്ന് ബൈബിൾ പറയുമ്പോൾ ആധുനിക ശാസ്ത്രം ഇന്നത്തെ കണ്ടുപിടുത്തങ്ങളിലൂടെ പറയുന്നു ഭൂമിക്ക്
വിനാശം വരും. അകൃത്യം താങ്ങുവാൻ കഴിയാതെ അത് വീഴും, അത് എഴുന്നേൽക്കുകയില്ല എന്ന് വ്യക്തതയോടുകൂടെ ദൈവവചനം പറയുക. ദൈവത്തിന് സ്തോത്രം. ഈ അനുഭവങ്ങളൊക്കെ ലോകത്തിൽ വരുമ്പോൾ ദൈവമക്കളെ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഭൂമിക്ക് നാശം വരുന്നു, ഭൂമിക്ക് ഒരു അഴിവ് സംഭവിപ്പാൻ പോകുന്നു. ഒരു അന്ത്യകാലത്തിലേക്ക് വരുമ്പോൾ ഒരു കൂട്ടം പേർ ലോകത്തിന്റെ അവസാനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ലോകത്തിന്റെ അവസാനം പ്രതീക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ട്? കൈയുയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ഈ ലോകത്തിൽ ഒരു കൂട്ടം ഭക്തന്മാർ ലോകത്തിന് അവസാനമുണ്ടെന്നു, അത് എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. വാക്യം പറയാ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം പെട്ടെന്നൊന്ന് വായിച്ചോട്ടെ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 11-ാമത് വാക്യം. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്കോ ബുദ്ധി ഉപദേശത്തിനായി എഴുതി വച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ലോകാവസാനം വചനം അറിയാവുന്നവർക്കറിയാം, ഇതിനൊരു അറുതിയുണ്ട്. ഈ ഭൂമിക്ക് ഈ നിലവാരത്തിൽ മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ല, ഒരവസാനമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ ഈ ലോകത്തിന്റെ അവസാനം എന്ന് പറയുന്ന മഹാപ്രതിഭാസം നടക്കുന്നതിന് മുമ്പ് ഒരു മഹാപ്രതിഭാസം അതിനേക്കാൾ വലുതായതൊന്ന് സംഭവിക്കണം. ദൈവത്തിന് സ്തോത്രം. അത് ഏതാകുന്നുവെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. വായിച്ചാട്ടെ 23-ാമത്തെ വാക്യം. ഓരോരുത്തനും താൻ താന്റെ നിരയിലത്രേ. ഓരോരുത്തൻ താൻ താന്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തുവാകുന്നു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അപ്പൊ ഈ ലോകത്തിന്റെ അവസാനം, ഈ ഭൂമിയുടെ അല്ലെങ്കിൽ ഈ കാലത്തിന്റെ അവസാനം എന്നൊക്കെ പറയുമ്പോ അതിന് മുമ്പ് ഒരു സംഭവം നടക്കും. യേശു വരും, യേശു വരും, യേശു വരും. സന്തോഷമുള്ളൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ കേട്ടിട്ട് ഇപ്പോഴെങ്ങും വരണ്ടെന്നുള്ള രീതി. ഈശോയെ ഇപ്പോഴെങ്ങും വരരുത്. സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം എന്താ? ഇതാ ഞാൻ വേഗം വരുന്നു. മണവാട്ടി ഭൂമിയിൽ നിന്ന് എന്താ പറയേണ്ടത്? ആമേൻ കർത്താവായ യേശുവേ, ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അതാണോ പറയേണ്ടത്? ആമേൻ കർത്താവായ യേശുവേ, വേഗം വരണമേ. ഭക്തന്റെ മുഖം തെളിയണം. യേശുവിന്റെ വരവെന്ന് കേട്ടാൽ നീതിമാന്റെ മുഖം തെളിയണം, ചിരി വരണമെന്ന് മുഖത്ത്. യേശുവിന്റെ വരവെന്നൊക്കെ പറയുമ്പോൾ കർത്താവേ വരുമോ എന്ന് കഴിഞ്ഞാൽ എന്റെ ഗതി എന്താവും എന്നൊക്കെയാ പലരും ചിന്തിക്കുന്നത്. അതൊന്നും ചിന്തിക്കേണ്ട. അവൻ വരും, വരുവാനുള്ളവൻ വരും. യേശുവിന്റെ വരവെന്ന് കേൾക്കണം. ആദിമ നൂറ്റാണ്ടിൽ ഭക്തന്മാർ തമ്മിൽ കാണുമ്പോൾ എന്താ പറയുന്നറിയോ? മറാനാഥ, 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 നമ്മുടെ കർത്താവ് വരുന്നു. അവർക്ക് പറയാനുള്ളത് അതായിരുന്നു. ഈ രാത്രി നമുക്ക് വേറ്റു പറയാൻ കഴിയട്ടെ, യേശു വരും, യേശു വരും. നമ്മുടെ കർത്താവ് വരുമെന്നുള്ള ചിന്തയോടുകൂടെ, ആ ഒരു അനുഭവത്തോടുകൂടെ, ഉണർവോടുകൂടെ നമ്മുടെ ജീവിതയാത്രയും മുൻപോട്ട് നടക്കാം. എങ്ങനെ വരും? എപ്പോൾ വരും? യേശു വരുമെന്ന് പറയുമ്പോൾ 3 ചോദ്യങ്ങൾ ഭൂമിയിൽ ശക്തമായി വരും. വരുമോ? 1-ാമത്തെ ചോദ്യം വരുമോ. 2-ാമത്തെ ചോദ്യം എന്തിനായിരിക്കും വരുന്നത്. പിന്നെ അടുത്തത് എപ്പോഴായിരിക്കും വരുന്നത്. വിശുദ്ധ ബൈബിളിലൂടെ ഇതിന് ഉത്തരം നാം കണ്ടെത്തിയാൽ വരുമോ എന്നുള്ള ചോദ്യത്തിന് വരും. ബൈബിൾ വ്യക്തമായി പറയും. യേശു പറഞ്ഞു ഞാൻ വരും. യോഹന്നാൻ 14:2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു പറയുന്നു ഞാൻ വരും. അപ്പോസ്തല പ്രവൃത്തി 1:10-11 വാക്യങ്ങളിൽ ദൂതന്മാർ പറയുന്നു അവൻ പോയതുപോലെ മടങ്ങി വരും. 1 പത്രോസ് 1:13 പത്രോസ് പറയുന്നു അവൻ മടങ്ങി വരും. 1 തെസ്സലോനിക്കർ 4:16, ഫിലിപ്പിയർ 3:20, എബ്രായ ലേഖനം 10:37 3 വാക്യങ്ങളിൽ പൗലോസ്ലീഹ വിളിച്ചു പറയുന്നു അവൻ വരും. യാക്കോബിന്റെ ലേഖനം 5:7 വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ യാക്കോബ് പറയുന്നു വരുവാനുള്ളവൻ വരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അടുത്ത ചോദ്യം എന്തിനായിരിക്കും വരുന്നത്. ബൈബിളിന്റെ സമയക്കുറവ് കൊണ്ടാണ് ഞാൻ വാക്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അടുത്തൊരു ചോദ്യം എന്തിനായിരിക്കും വരുന്നത്. എബ്രായ ലേഖനം 9:28 ആ വാക്യത്തിൽ പ്രകാരം പറയുന്നു കാത്തു നിൽക്കുന്നവർക്കായി അവൻ വേഗത്തിൽ വരും. വായിച്ചോട്ട് എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ വാക്യം. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് അവൻ പ്രത്യക്ഷനാകും. വരുമോ? വരും. എന്തിനു വരും? കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി വരും. കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി അവൻ വരും എന്ന് ദൈവവചനം പറയും. അപ്പോൾ കാത്തു നിൽക്കുന്നവർക്കായിട്ടാണ് വരുന്നെങ്കിൽ എന്താണ് കാത്തു നിൽക്കേണ്ടത്? എങ്ങനെയാണ് കാത്തു നിൽക്കേണ്ടത്? തിമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവവചനം പറയുന്നു വിശ്വാസം കാത്തവർ. യേശുവിന്റെ വരവിന് ഒരുങ്ങുന്നത് ആരെന്ന് ചോദിച്ചാൽ വിശ്വാസം
വിശ്വാസം കാത്തു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഐ ഹാവ് ഫോട്ട് എ ഗുഡ് ഫൈറ്റ്. ഞാനൊരു നല്ല പോർ പൊരുതിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ കോഴ്സ്. എന്റെ ഓട്ടത്തെ ഞാൻ ഓടി തികച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു നല്ല പോരാട്ടം പോരാടി എന്റെ ഓട്ടത്തെ ഞാൻ തികച്ചിരിക്കുന്നു. കെപ്റ്റ് മൈ ഫെയ്ത്ത്. എന്റെ വിശ്വാസത്തെ ഞാൻ കാത്തു. ദൈവത്തിന് സ്തോത്രം. ഇവർക്ക് വേണ്ടിയാ യേശു വരുന്നത്. വിശ്വാസത്തെ കാത്തുകൊള്ളണം. വിശ്വാസത്തിൽ ആരംഭിച്ച് വിശ്വാസത്തിൽ വളർത്തപ്പെടുന്ന ഭക്തന്മാർക്ക് വേണ്ടി യേശു മടങ്ങി വരുവാൻ പോകുന്നു. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? എന്റെ കർത്താവ് മടങ്ങി വരുമ്പോ ഞാൻ എന്റെ കർത്താവിനോടുകൂടെ പറന്നു പോകും എന്നുള്ള ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ എത്ര പേരുണ്ട്? ഒരുപക്ഷെ സാഹചര്യങ്ങൾ നിങ്ങളെ ബലഹീനപ്പെടുത്തുന്നുണ്ടായിരിക്കാം. എങ്കിലും ഒരു ദൈവവേദൽ വിളിച്ചു പറയണോ, കർത്താവിന്റെ കൃപയാൽ ഞാൻ രൂപാന്തരപ്പെടും. എന്റെ ഈ ശരീരത്തെ വിട്ട് എന്റെ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ രൂപാന്തരം പ്രാപിച്ച് എന്റെ സന്നിധിയിൽ പോകൂ. പാപം ചെയ്ത് മുതിർന്നവരല്ലത് പറയേണ്ടത്. ദൈവത്തിന്റെ കൃപയെ കണ്ടവർ വിളിച്ചു പറയണം, എന്റെ യേശുവിന്റെ കൃപയാൽ, അവന്റെ കൃപയാൽ, അവന്റെ കൃപയാൽ, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റു പറയണോ, ഞാൻ രൂപാന്തരപ്പെടും. അത് പറയണം ദൈവമക്കളെ. എപ്പോഴും പറയുക മാത്രമല്ല, പറഞ്ഞിട്ട് അതിനുവേണ്ടി ഒരുങ്ങണം. വിശ്വാസത്തെ കാത്തുകൊള്ളണം. എത്ര പേർക്ക് വിശ്വാസത്തെ കാത്തു സൂക്ഷിപ്പാൻ കഴിയുന്നുണ്ട്? ഇന്ന് പലരുടെയും ജീവിതാന്ത്യത്തിൽ വരുമ്പോൾ നന്നായി തുടങ്ങിയവർ, നന്നായി ആരംഭിച്ച പലരും സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവമാർഗത്തെ തള്ളിക്കളഞ്ഞ് ഓടിപ്പോകുന്ന കാഴ്ച കാണുവാനായി സാധിക്കുകയാണ്. നമുക്കറിയാം, സാധു കൊച്ചു കുഞ്ഞുപദേശി ആ ഭക്തനായ മനുഷ്യന്റെ ജീവിത സായാഹ്നത്തിന്റെ ദിവസം മരിക്കുവാൻ തുടങ്ങുന്ന പരിചാരക വൃന്ദങ്ങൾ തന്റെ അടുക്കൽ നിന്ന് ടാമ്പറിനടിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുകയാ. പ്രത്യാശ നിർഭരമായ പാട്ടുകൾ പാടുമ്പോൾ, അവർ പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ ഭക്തന്റെ ശ്വാസം പതിയെ നിലയ്ക്കുകയാണ്. എല്ലാവരും പാടി പ്രത്യാശ നിർഭരമായ ഗാനങ്ങൾ ടാമ്പറിനടിച്ച് പരിചാര വൃന്ദങ്ങൾ പാടുമ്പോൾ ആ ഭക്തനിങ്ങനെ കൈവക്കി കൈവലക്കിട്ടു. എല്ലാവരും നിശബ്ദരായി. എന്തായിരിക്കും സംഭവിപ്പാൻ പോകുന്നത്? അവസാനമായി എന്തായിരിക്കും പറയാൻ പോകുന്നത്? നിശബ്ദരായി എല്ലാവരും കേൾക്കുവാൻ കാതോർത്ത് നിൽക്കുമ്പോൾ ആ ഭക്തൻ നേരിയ സ്വരത്തോടെ കണ്ടങ്ങൾ എടുത്തുകൊണ്ട് ഇപ്രകാരം പാടി, എന്നെ ഏൽപ്പാനായി ദൈവദൂതർ വരുന്നു, എന്നെ ഏൽപ്പാനായി ദൈവദൂതർ വരുന്നു, വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു, വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു, ഭാരങ്ങൾ ഓടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ, ഭാരങ്ങൾ ഓടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ, അല്പമാപ്പം വിശപ്പീന് സ്വൽപ്പം വിശപ്പീന് സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ, സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, സമയമാ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമദീന ബദ്ധപ്പെട്ടിടുന്നു, എൻ സ്വദേശം കാൺമദീന ബദ്ധപ്പെട്ടിടുന്നു. പാട്ടുകൾ പാടി ആ സാധുവിന്റെ ശബ്ദം നിലയ്ക്കുവാനിടയായി. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മുടെ വിശ്വാസ ജീവിത യാത്രയെക്കുറിച്ച് നമുക്ക് എന്ത് ബോധ്യമാണുള്ളത്? വിശ്വാസ ജീവിത യാത്രയെക്കുറിച്ച് എന്ത് ബോധ്യത്തോടുകൂടെ നാം പോകുന്നു? ഈ പാട്ട് കേട്ടപ്പോൾ ചിലര്
മരണ വീട്ടിലിരിക്കുന്ന പോലെ ഇരിക്കും. അയ്യോ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് ചിലർ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് സഭായത്തിന് ഈ പാട്ട് പാടുമ്പോൾ ഉണർവുണ്ടാകണം. സമയമാൻ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഈ പാട്ട് പരിചയമുള്ളത് മരണ വീട്ടിൽ പോയി ചൂട് കാപ്പിയൊക്കെ കുടിച്ച ഞാൻ ഇരുന്നുകൊണ്ട് ഭാരങ്ങൾക്കോ ഇതൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത് ഓർമ്മയുള്ളൂ. ജീവിതത്തെക്കുറിച്ച് ബോധ്യമായി വ്യക്തതയോടുകൂടെ മനസ്സിലാക്കി ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശ്വാസ ജീവിതം എവിടേക്ക് പോകുന്നു എന്നുള്ള ഉറപ്പോടുകൂടെ ഭക്തന് പറയുവാൻ കഴിയണം, യേശു വരും എന്നെ എതിരേൽപ്പാൻ. ദൈവത്തിന്റെ ദൂതന്മാർ വരുന്നു എന്നുള്ള ഹൃദയത്തിന്റെ തുടിപ്പ് ദൈവമക്കളുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാനിടയായി തീരണം. കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. എന്ത് കാത്തു നിൽക്കുന്നവർ? ഒന്നാമതവർ വിശ്വാസ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, ഒരു കൃപാവരത്തിലും കുറവില്ലാതെ അവന്റെ പ്രത്യക്ഷത കാത്തിരിക്കണം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, പ്രത്യക്ഷത കാത്തുകൊണ്ട് ഭക്തിയേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചു കൊള്ളേണം. അവരാണ് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം കാത്തിരിക്കുന്ന ദൈവമക്കൾ ആരാകുന്നു? അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അവർക്ക് അത് കാത്തിരിപ്പാൻ കഴിയൂ. അവരാരെന്ന് ചോദിച്ചാൽ വേദപുസ്തക ഭാഷയിൽ അതാണ് ചർച്ച് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്ന ഒരു മർമ്മം അതാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് ദൈവസഭ? ഒറ്റ വാക്കിൽ പറയാം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നവർ. അതാണ് ദൈവസഭ. ദൈവസഭയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇരുട്ടിൽ നിന്ന് അവർ വെളിച്ചത്തിലേക്ക് വന്നവരായിരിക്കണം. എന്താണ് ഇരുട്ട്? പാപമാണ് ഇരുട്ട്. എന്താണ് വെളിച്ചം? ക്രിസ്തുവാണ് വെളിച്ചം. ഇതിൽ നിന്ന് പുറത്തേക്ക് വരണം. പാപമാകുന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചമാകുന്ന ക്രിസ്തുവിലേക്ക് വരണം. ആര് വരുത്തും? ഈ ലോകത്തിൽ പലരും പറഞ്ഞിട്ടുണ്ടല്ലോ. ഉപനിഷത്തുകളെ കുറിച്ച് പഠിച്ചാൽ അതിലിപ്രകാരം പറയുന്നുണ്ട്, അസത്വമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ. എന്താണ് അതിന്റെ അർത്ഥം? അസത്വമ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിച്ചാലു. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നാലും. മൃത്യോമ അമൃതം ഗമയ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവന്നാലും. ആര് കൊണ്ടുവരും? കൊണ്ടുവരണമെങ്കിൽ അമർത്യതയുള്ളവൻ വരണം. കൊണ്ടുവരണമെങ്കിൽ വെളിച്ചമുള്ളവൻ വരണം. കൊണ്ടുവരണമെങ്കിൽ ജീവനുള്ളവൻ വരണമേ. അവൻ വന്നെങ്കിൽ മാത്രമേ കഴിയൂ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഒരുവൻ വരുവാൻ സത്യമാകുന്ന ക്രിസ്തു ലോകത്തിൽ വന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വെളിച്ചമായ ക്രിസ്തു ലോകത്തിൽ വന്നു. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുവാൻ അമർത്യത പ്രാപിച്ചവൻ ജീവനുള്ളവൻ ലോകത്തിലേക്ക് വന്നു. അവനിലൂടെ മാത്രമേ വെളിച്ചത്തിലേക്ക് വരൂ. പാപം അന്ധകാരമായി നിൽക്കുമ്പോൾ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെട്ടവർ അവരാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. അവർക്കാണ് അവിടെ ഇരിപ്പാൻ കഴിയുന്നത്. ഇനി ഈ സഭ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മത്തായി 16:18 വായിക്കുമ്പോൾ, ഞാൻ എന്റെ സഭയെ പണിയൂ. യേശുവിന്റെ സ്വന്തമാണ് ദൈവസഭ. ക്രിസ്തുവിന്റെ സഭ അത് അവന്റെ സ്വന്തമെന്ന് പറയുക. അപ്പോസ്തല പ്രവൃത്തി 2:47 വായിക്കുമ്പോൾ അവിടെ ദൈവവചനം വിളിച്ചു പറയുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർക്കുകയാണ്. രക്ഷപ്പെട്ടവർ ദിനംപ്രതി സഭയോട് ചേർക്കപ്പെടുകയാ. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ സഭ മർമ്മമായി ഇന്ന് ഭൂമിയിലുണ്ടെങ്കിൽ ആ സഭയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെക്കുറിച്ചാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലികമായി ദൂതുകളിൽ കാണുവാൻ കഴിയുന്നത്, വി മേ പ്രസന്റ് എവരി മാൻ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ. അതിനാ ദൈവസഭ. അല്ല, ദൈവസഭ ഫണ്ട് പിരിക്കാനല്ല. ദൈവത്തിന്റെ സഭ ഫണ്ട് പിരിവിനുള്ളതല്ല. അടുത്ത്, ദൈവത്തിന്റെ സഭ തമ്മിത്തല്ലാനുള്ളതുമല്ല. ദൈവത്തിന്റെ സഭ കലഹിക്കാനുള്ളതല്ല. ദൈവത്തിന്റെ സഭ അസൂയയ്ക്കും കുശുമ്പും ഉള്ളവന്മാർക്ക് ഇരിക്കാൻ പറ്റിയതല്ല. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അകത്തുണ്ടെന്നേ ഉള്ളൂ, നീ പുറത്താ. ദൈവത്തിന്റെ സ്തോത്രം. യാതൊരു തർക്കവും അതിൽ വേണ്ട. ദൈവത്തിന്റെ സഭ ക്രിസ്തുവിന്റെ സ്വന്തമാണ്. യേശുവാണത് പണിയുന്നത്. രക്ഷിക്കപ്പെട്ടവരാണ് അതിനകത്തിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ തികവ് പ്രാപിക്കണം. എന്തിലാണ് തികവ് പ്രാപിക്കേണ്ടത്? വളരെ വേഗത്തിൽ ഞാൻ പറയാം. 4 കാര്യങ്ങൾ ദൈവവചനം പറയുന്നു. യോഹന്നാൻ 17:23 വാക്യം വായിക്കുമ്പോൾ, ദൈവത്തിന്റെ സഭ ഒന്നാമത്
ഐക്യത്തിൽ തികവ് പ്രാപിക്കണം. 2 തിമോത്തിയോസ് 3:16 വായിക്കുമ്പോൾ ദൈവത്തിന്റെ സഭ സൽപ്രവർത്തികൾ തികവ് പ്രാപിക്കണം. 1 യോഹന്നാൻ 4:12 വായിക്കുമ്പോൾ ദൈവത്തിന്റെ സഭ സ്നേഹത്തിൽ തികവ് പ്രാപിക്കണം. 2 കൊരിന്ത്യർ 7:1 വായിക്കുമ്പോൾ ദൈവത്തിന്റെ സഭ വിശുദ്ധിയിൽ തികവ് പ്രാപിക്കണം എന്ന് ദൈവവചനം പറയുക. ഇപ്രകാരം 4 വിധമായ പൂർണ്ണത ഇതെവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ യേശുവിന്റെ ജീവിതത്തിലൂടെയും അവന്റെ സ്വഭാവത്തിലൂടെയും വന്നതാണ്. കെബാർ നദിയുടെ തീരത്ത് വെച്ച് എസെക്കിയേൽ പ്രവാചകൻ ദൈവമഹത്വത്തിന്റെ ദർശനം കാണുമ്പോൾ 4 വിധമായ മുഖങ്ങളുണ്ടായിരുന്നു. ഓരോന്നിനും സിംഹമുഖം, ഓരോന്നിനും കഴുകുമുഖം, ഓരോന്നിനും കാളമുഖം, ഓരോന്നിനും മനുഷ്യമുഖം. ഇതാണ് പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങൾ. യേശുവിന്റെ 4 വിധ സ്വഭാവങ്ങളുടെ പൂർണ്ണത, അവന്റെ രാജത്വത്തിന്റെ അഥവാ ജയജീവിതത്തിന്റെ പൂർണ്ണത, അവന്റെ വിശുദ്ധിയുടെ പൂർണ്ണത, അവന്റെ താഴ്മയുടെ പൂർണ്ണത, ദൈവസ്നേഹത്തിന്റെ പൂർണ്ണത. ഈ 4 വിധമായ പൂർണ്ണതകൾ ചേർന്ന് വസിക്കുന്നതാണ് ദൈവത്തിന്റെ സഭ. അല്ലാതെ വലിയ ബോർഡ് വെച്ചിട്ട് ആരാധന ഹോൾ നീട്ടിപ്പണിഞ്ഞ് അതിനകത്ത് 250 പേരുണ്ടെന്ന് പറയുന്നത് അല്ല സഭ. അല്ല, അത് ഏത് കൂട്ടമാണെങ്കിലും പറയുക, ആരാധനാലയത്തിന്റെ വലിപ്പമോ ആളുകളുടെ എണ്ണത്തിന്റെ പെരുപ്പമോ അല്ല ദൈവസഭ. ദൈവത്തിന്റെ സഭ ഐക്യതയുള്ളവരായിരിക്കണം. വി ആർ വൺ, നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. അത് പറയുവാൻ സാധിക്കണം. അങ്ങനെ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ റാന്നി ഭാഗത്തുള്ള എല്ലാവരും അങ്ങനെയാണെന്ന് എന്റെ കേൾവി. അത് പറയാൻ തന്റെ ഇടമുള്ള റാന്നിക്കാരിലും ചേർന്നൊരു അല്ലേലിയ പറഞ്ഞാട്ടെ. സംശയത്തോടെ വലിയ അല്ലേലിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ, കൈയൊക്കെ ഇത്രയും പൊക്കിയിട്ടുള്ളൂ. കാരണം ചെറിയൊരു ഐക്യമേ ഉള്ളൂ, ബാക്കിയൊന്നും വന്നിട്ടില്ലെന്ന്. വന്നില്ലെങ്കിൽ ഈ ബൈബിൾ ക്ലാസ്സോടുകൂടെ ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. സഭകളിൽ ദൈവിക ഐക്യം വളരുവാനിടയാകണം, സൽപ്രവർത്തികൾ തികയുവാനിടയാകണം. ദൈവസ്നേഹത്തിലും വിശുദ്ധ ജീവിതത്തിലും ദൈവസഭ വളർത്തപ്പെടുവാനിടയായി തീരണം. അടുത്ത ചോദ്യം എപ്പോൾ വരും? എപ്പോൾ വരും? അതാണ് അവസാനത്തെ ചോദ്യം. എപ്പോൾ വരും? ലൂക്കോസ് 12:40 വായിച്ചട്ടെ. ആ ഭാഗത്ത് പറയുന്നു, നിനയാത്ത നാഴികയിൽ വരുന്ന മനുഷ്യപുത്രനെ എതിരേൽപ്പാൻ ഒരുങ്ങണം. വായിച്ചോട്ട് 12:40. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പി. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പി. നിനയാത്ത നാഴിക. ദൈവത്തിന് സ്തോത്രം. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ വരുന്നത് നിനയാത്ത നാഴി, ആർക്കും പ്രതീക്ഷയില്ലാത്ത സമയത്ത്. ദൈവത്തിന് സ്തോത്രം. എപ്പോഴാകും വരവ്? മത്തായിയുടെ സുവിശേഷം 24:3 വായിക്കുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, ഗുരു, നിന്റെ വരവിലും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം പറഞ്ഞു തരണം. അടയാളം ഒന്ന് പറഞ്ഞു തരണം. എപ്പോഴായിരിക്കും സംഭവിക്കുന്നത്? യേശു താഴോട്ടുള്ള വാക്യങ്ങളിൽ അതിന്റെ അടയാളങ്ങളെ പറഞ്ഞു കൊടുത്തപ്പോൾ എല്ലാ ഭാഗവും വായിച്ചു പറയുവാൻ സമയമില്ല. 24:6 മാത്രം ആദ്യം ഒന്ന് വായിച്ചോട്ടെ. 24:6 നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ദൈവത്തിന് മഹത്വമുണ്ട്. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും കേൾക്കും. ചാർട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണ്. പിക്ചർ നമ്പർ 19. ഈ ഭാഗത്ത് നിങ്ങൾ നോക്കുമ്പോൾ വേൾഡ് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്ന ഒരു പടമാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. IRIN എന്ന് പറയുന്ന ഒരു NGO ഈ അടുത്ത സമയത്ത് ഭൂമി മുഴുവൻ, ലോകരാജ്യങ്ങളെ മുഴുവൻ പഠനം നടത്തിയിട്ട് അവരുണ്ടാക്കിയെടുത്ത ഒരു മാപ്പാണ് ഈ കാണുന്നത്. വേൾഡ് കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ യുദ്ധം പൊട്ടി പുറപ്പെടുവാൻ സാധ്യതകളുള്ള സാഹചര്യങ്ങളുള്ള സ്ഥലം. ഇതിൽ കാണുന്ന റെഡ് മാർക്കുകൾ ഉണ്ടല്ലോ, അതീവ തീവ്രമായ യുദ്ധമുഖങ്ങളെയാണ് കാണിക്കുന്നത്. അതീവ തീവ്രമായ യുദ്ധമുഖങ്ങൾ, ഏതാണ്ട് 40ഓളം യുദ്ധമുഖങ്ങൾ ഈ ഭൂമിയിലുണ്ടെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവത്തിന് സ്തോത്രം, സിറിയ, ഉത്തര കൊറിയ, ഇസ്രായേൽ, പാലസ്തീൻ നാടുകൾ, അതുപോലെ യൂറോപ്പിലെ ചില പ്രത്യേക ഭാഗങ്ങൾ, അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലെ കാശ്മീർ, പാകിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ അതീവ ഗുരുതരങ്ങളായ യുദ്ധമുഖങ്ങൾ. IRIN എന്ന് പറയുന്ന ആ NGO ഈ അടുത്ത കാലത്ത് ലോകം മുഴുവൻ പഠിച്ചു, രാജ്യങ്ങൾ പഠിച്ചു, ഭരണ സംവിധാനങ്ങൾ മുഴുവൻ വ്യക്തമായി പഠിച്ചിട്ട് പറഞ്ഞു, ഈ ഭൂമിയിൽ ഏതാണ്ട് 40ഓളം അതിതീവ്രതയുള്ള യുദ്ധമുഖങ്ങൾ, അതാണ് ഈ റെഡ് മാർക്കിൽ കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിൽ നമ്മുടെ ഇന്ത്യയുടെ കാശ്മീർ ഈ ഭാഗത്ത് കാണാം. ഇന്ത്യയുടെ കാശ്മീർ ഉൾപ്പെട്ടിട്ടുണ്ട്, പാകിസ്ഥാന്റെ ഭാഗങ്ങളുണ്ട്, ആഫ്രിക്കയിലെ ചില ഭാഗങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. സുഡാനും അതുപോലെ സിറിയയും കൊറിയയും തുടങ്ങിയ രാജ്യങ്ങൾ, പാലസ്തീൻ നാടുകളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതല്ല ഞാൻ പറഞ്ഞു വന്നത്. അതിൽ അവർ പറഞ്ഞ ഒരു കാര്യം, ഈ കാണപ്പെടുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ യുദ്ധമുണ്ടായാൽ അതൊരു തേർഡ് വേൾഡ് വാറിലേക്ക് പൊട്ടിപ്പുറപ്പെടുവാൻ സാധ്യതയുണ്ട് പോലും. ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ച് യുദ്ധശ്രുതികളെക്കുറിച്ച് കേൾക്കൂ, ചഞ്ചലപ്പെടാതിരിപ്പീൻ. അതൊക്കെ സംഭവിക്കും.
സംഭവിക്കേണ്ടതാകുന്നു ഈറ്റുനോവിന്റെ ആരംഭമായിട്ടൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നതാ. എന്നാൽ ഇന്ന് ഒരു യുദ്ധം നേരിട്ടാൽ ഈ ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കും, ഈ ഭൂമി അടുത്തതായി ഏത് നിലവിലേക്ക് മാറുവാൻ പോവുകയാ എന്നുള്ളതിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആധുനിക ലോകത്തിലെ മനുഷ്യന്റെ യുദ്ധായുധങ്ങൾ എപ്രകാരമുള്ളത് എന്ന് ഒന്ന് നാം ചിന്തിക്കണം. യുദ്ധായുധങ്ങളെ കുറിച്ച് ചാറ്റിൽ അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഈ ലോകത്തിലെ മഹാന്മാരായ ബുദ്ധിജീവികളായ ചില ആളുകൾ ഈ ലോകത്തിന് വരുവാൻ പോകുന്ന സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അവിടേക്കൊന്ന് പോകാം. 2016 നവംബർ മാസം 2016 ജാനുവരി മാസം 16 എന്ന ദിവസം BBC റേഡിയോയ്ക്ക് തമോഗർത്തങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണം നടത്തിയപ്പോൾ ഇന്ന് ലോകത്തിലുള്ളതും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ പ്രാപഞ്ചിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിൻസ് ഒരു പ്രഭാഷണം തമോഗർത്തങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അനിയന്ത്രിതമായ ഇന്നത്തെ വളർച്ച ഈ ഭൂഗോളത്തിന് അന്ത്യവിധി നാൾ, എനിക്ക് അദ്ദേഹം പറഞ്ഞ വാക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, അന്ത്യവിധിയുടെ നാൾ ഒരുക്കും. എന്താണ് അനിയന്ത്രിതമായ ശാസ്ത്ര സാങ്കേതിക വളർച്ച, പുരോഗതി ഈ ലോകത്തിന് ഒരു അന്ത്യവിധി നാൾ ഒരുക്കും. ബൈബിൾ അല്ല പറഞ്ഞത്, ശാസ്ത്രജ്ഞൻ പറഞ്ഞു, സ്റ്റീഫൻ ഹോക്കിൻസ്. നിങ്ങൾക്കറിയാമോ, മഹാനായ ഒരു മനുഷ്യൻ ലോകത്തിന്റെ അവസ്ഥകൾ മുഴുവൻ, പ്രത്യേകിച്ച് ശൂന്യാകാശത്തെക്കുറിച്ച്, നക്ഷത്രത്തെക്കുറിച്ച്, ഈ ഭൂമിയുടെ മണ്ണിനെ കുറിച്ചൊക്കെ നന്നായി പഠിച്ച ഒരു മനുഷ്യൻ. അടുത്തത് 2016 നവംബർ മാസം 18 ദൈവത്തിന് സ്തോത്രം, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും താനൊരു പ്രഭാഷണം നടത്തി. ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സ് എന്നുള്ള ഒരു പ്രത്യേക തീമായിരുന്നു തന്റെ പ്രഭാഷണ വിഷയം. അതിൽ താൻ പറഞ്ഞ വിഷയം ഇതായിരുന്നു, ആണവ ദുരന്തമോ ജനിതക പരിവർത്തനം സംഭവിച്ച വൈറസുകളോ ഈ ഭൂമിക്ക് മറ്റൊരു തരത്തിലൊരു അന്ത്യവിധി നാൾ ഒരുക്കുമെന്ന. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം എന്താണ് പറഞ്ഞത്, ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ വിഷയത്തെക്കുറിച്ച് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുകയാണ്, ദൈവത്തിന് മഹത്വമുണ്ട്, ഒന്നുകിൽ ഒരു ആണവ ദുരന്തം അല്ലെങ്കിൽ ജനിതക പരിവർത്തനം സംഭവിച്ച വൈറസുകളുടെ ആക്രമണം നിമിത്തം ഈ ഭൂമിക്ക് ഒരു ഭയങ്കര നാശം. ഇനി അടുത്തൊരു വിഷയങ്ങൾ പറയാം. മൈക്രോസോഫ്റ്റിന്റെ ഉടമ ബിൽ ഗേറ്റ്സ്, നമുക്കറിയാം ലോക കോടീശ്വരന്മാരിൽ ഒന്നാമത് നിൽക്കുന്നതും ഇന്ന് ഈ ലോകത്തിന്റെ ഗതികളെ തിരിക്കുവാൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായി ഒന്നുകൂടെ പറയാം, വിസ്താര ഭയത്തിലെല്ലാം പറയുവാൻ സാധ്യമല്ല. ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളുടെ ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു കോർ കമ്മിറ്റി പോലെ ഒരു രൂപം ഈ ഭൂമിയിലുണ്ട്. നമ്മൾ ചിന്തിക്കും ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ വകുപ്പ് മന്ത്രിമാർ, ഇന്ത്യയുടെ ഗവൺമെന്റ്. അല്ല, ഈ ഇന്ത്യയെ നിയന്ത്രിക്കുന്ന ഒരു ലോക ശക്തിയുണ്ട്. അതൊക്കെ എല്ലാം ഒന്നും പറയുവാൻ ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മൈക്രോസോഫ്റ്റിന്റെ ഉടമയായ ബിൽ ഗേറ്റ്സ്, ലോക ധനികരിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ബിൽ ഗേറ്റ്സ് ഈ അടുത്ത സമയത്തായിട്ട് ഒരു പ്രഖ്യാപനം നടത്തുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ലണ്ടനിലെ റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ടില് താനൊരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ താൻ പറഞ്ഞ ഒരു വിഷയം, ലോകം നേരിടുവാൻ പോകുന്ന ഭയാനകമായ വിപത്ത് എന്ന് പറയുന്നത് ജൈവായുധങ്ങളുടെ ആക്രമണം. അതൊരു ഭീകരാക്രമണമായിരിക്കും. ജൈവായുധങ്ങൾ കൊണ്ടുള്ള ഒരാക്രമണമായിരിക്കും എന്ന് പറഞ്ഞാൽ തോക്കുകൊണ്ടുള്ള വെടിയോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു വലിയ സ്ഫോടനമോ ആയിരിക്കില്ല പ്രസ്തുത. ഈ സംഭവം എന്ന് പറയുന്നത് ജൈവായുധങ്ങൾ കൊണ്ടൊരു ഭീകരാക്രമണം, അതായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക. 2 കാര്യങ്ങൾ സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞതാണ്. അതിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞത്, ശാസ്ത്രത്തിന്റെ പുരോഗതി ലോകത്തിന് അന്ത്യവിധി നാൾ ഒരുക്കും. 2, ആണവ ദുരന്തമോ ജനിതക പരിവർത്തനം സംഭവിച്ച വൈറസുകളുടെ പ്രവർത്തനം ഈ ലോകത്തിന് അന്ത്യവിധി നാൾ ഒരുക്കും. മൈക്രോസോഫ്റ്റ് ഉടമ ബിൽ ഗേറ്റ്സ് പറയുന്നു, ദൈവത്തിന് സ്തോത്രം, ഒരു ജൈവായുധാക്രമണം, ഭീകരാക്രമണം പോലെ ഭൂമിയിൽ വന്ന് ലോകത്തിനൊരു അവസാനം വരുത്തും. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി ഈ ചാറ്റിലേക്ക് നിങ്ങൾ വരണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിക്ചർ നമ്പർ 20 ഒന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരു മിസൈല് ഉത്തര കൊറിയയുടെ ഏകാധിപതിയായ കിം ജോങ് ഉൻ എന്ന് പറയുന്ന അവരുടെ ഏകാധിപതി അടുത്ത സമയത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു മിസൈലിന്റെ പടമാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ പടം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. ഒരു ഭീമാകാരമായ മിസൈൽ. നമുക്കറിയാം രാജ്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇങ്ങനെയുള്ള പ്രതിരോധ സംവിധാനങ്ങളൊക്കെ പലയിടങ്ങളിലും ഉണ്ടാക്കാറുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2017 ഡിസംബർ മാസം 21 മലയാള മനോരമയിൽ ഈ പത്രം ഞാൻ കണ്ടതാണ്. ഞാൻ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ മിസൈൽ ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ഇതൊരു ആറ്റമിക് മിസൈൽ അല്ല, ഇതൊരു ആന്ത്രാക്സ് മിസൈൽ. ആന്ത്രാക്സ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? എനിക്ക് തോന്നുന്നു 2011 ആ വർഷത്തിന്റെ ആരംഭത്തിൽ എങ്ങാണ്ട് ലോകം മുഴുവൻ വല്ലാതെ ഭയപ്പെട്ട ഒരു വൈറസിന്റെ ബാക്ടീരിയയുടെ പേരാണ് ആന്ത്രാക്സ് എന്ന് പറയുന്നത്.
കന്നുകാലികൾക്ക് രോഗം ബാധിച്ച് മരിച്ച ഒരു രോഗം, ആ നിലയിലുള്ള രോഗാണുക്കളെ നിറച്ച ഒരു മിസൈൽ ഭൂമിയിൽ ഇന്ന് വരെ കണ്ടിട്ട്. ഞാനിത് പറഞ്ഞത് ആദ്യം ഞാൻ മൈക്രോസോഫ്റ്റ് ഉടമ ബിൽ ഗേറ്റ്സും സ്റ്റീഫൻ ഹോക്കിങ്സും പറഞ്ഞ പ്രസ്താവനകൾ നിങ്ങളൊന്ന് എടുത്തു വെച്ച് ആ കണ്ണികയിൽ നിന്ന് ഈ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കണം. ആന്ത്രാക്സ് മിസൈൽ കണ്ടുപിടിച്ചു. എന്താണ് ബിൽ ഗേറ്റ്സ് പറഞ്ഞത്? ജൈവ ആക്രമണം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയകളെ കൊണ്ട്, വൈറസുകളെ കൊണ്ട് ലോകത്തിൽ ഒരു ഭയാനകമായ ആക്രമണം നടത്തുന്ന ഒരവസ്ഥ സംജാതമാകൂ. ഇന്നത് വന്നില്ലേ? കിം ജോങ് ഉൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനല്ല. ഇവൻ നിൽക്കുന്ന കണ്ടോ, ഒരു തടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ. നമ്മൾ വിചാരിക്കും പ്രായമുണ്ട്, 34 വയസ്സേ ഉള്ളൂ, എന്നെക്കാൾ അല്ലേതാ പുള്ളി. ദൈവത്തിന് സ്തോത്രം. ഈ 34 വയസ്സുകാരൻ അമേരിക്ക വേൾഡ് പോലീസ് എന്ന് പറയുന്ന അമേരിക്ക കിങ്ങിന്റെ മുമ്പ് ഇങ്ങനെ കിടന്ന് ആടുകയാ. ദൈവത്തിന് സ്തോത്രം. ഭീകരമായ സ്വഭാവമുള്ള ഒരു മനുഷ്യൻ, ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത അത്ര ഭീകരമായ മനസ്സ്. ദൈവത്തിന് സ്തോത്രം. ഇദ്ദേഹം എവിടെങ്കിലും പോയി ഒരു മീറ്റിംഗ് നടത്തി പ്രസംഗിച്ച് ഈ അടുത്ത സമയത്ത് കൊറിയയുടെ ഒരു മന്ത്രി തന്റെ പ്രസംഗത്തിന്റെ മുമ്പ് ഇരുന്ന് ഉറങ്ങി. അടുത്തിരുന്ന പട്ടാളക്കാരനോട് വെടിവെക്കാൻ പറഞ്ഞു. അപ്പോഴേ വെടിവെച്ച് കൊന്നു കളഞ്ഞു. പുള്ളി നമ്മുടെ ഇടയിൽ പ്രാസംഗികനൊന്നും ആകാഞ്ഞ ഭാഗ്യമായി. ഇല്ലെങ്കിൽ എത്ര എണ്ണം വെടിയേറ്റ് ചത്തേനെന്നറിയോ? ദൈവത്തിന് സ്തോത്രം. കിങ്ങങ്ങാണം വല്ല ഭാസ്റ്റർമാര് വല്ലോ ആയാല് സഭയുടെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റിയല്ല. ഞാൻ പറഞ്ഞതേ ഉള്ളേ, അതൊന്നും കൂട്ടിക്കലർത്തണ്ട. ദൈവത്തിന് സ്തോത്രം. അവനൊരു ഭീകരനായ രൂപിയ. അവനുണ്ടാക്കിയെടുത്ത ആന്ത്രാക്സ് മിസൈൽ ലോകത്തിന് മുഴുവൻ വിപത്ത്. അമേരിക്ക ഒത്തുതീർപ്പിലേക്കൊക്കെ വരാൻ പോയതിന്റെ കാരണം അതാ. അല്ല ഇപ്പം ഞാൻ കാച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ചർച്ചയ്ക്ക് വിളിച്ചതെന്താ? കാരണം ഇത് ഒരു രാജ്യത്തിന്റെ അല്ല, ലോക രാജ്യങ്ങൾക്ക് മുഴുവൻ ഭീഷണിയായി വരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി ആ വിഷയത്തിൽ നിന്നുകൊണ്ട് ഇനി നമ്മുടെ ഇടയിലുള്ള ഒരു കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു ആക്രമണം എന്ന് പറഞ്ഞാൽ കിം ജോങ് ഉൻ ഉത്തര കൊറിയയിൽ നിന്ന് ഒരു ആന്ത്രാക്സ് മിസൈൽ എടുത്ത് ഇങ്ങനെ ഷോർട്ട് പുട്ട് എറിയുന്നവർ ഏറെറിഞ്ഞാൽ കേരളത്തിൽ വന്ന് വീണ് നമുക്ക് ആന്ത്രാക്സ് പിടിക്കുമെന്ന്. അങ്ങനെയും സംഭവിക്കാം. അല്ല, ഇനി നമുക്ക് നമ്മുടെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിന്തിക്കുക. ഈ വൈറസുകളൊക്കെ ഏതെല്ലാം അവസ്ഥയിലാണ് നമ്മുടെ അടുക്കലേക്ക്, നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ. നമ്മൾ അറിയാതെ ചിലപ്പോൾ രോഗികളാകും. ഇന്ന് എല്ലാവരും രോഗികളാണ്. ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും രോഗികൾ. എന്താ കാരണം എന്നറിയാം? ചെല്ലു പറയും പിശാച. എല്ലാത്തിനും പാവപ്പെട്ട പിശാചിനെ നിങ്ങൾ അങ്ങനൊന്നും പറയില്ലേ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും പിശാചിനെ കുറ്റം പറയുക. ഒരിക്കൽ ഒരാൾ പകലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കിണറിന്റെ വക്കത്ത് കുളിക്കാൻ പോയിരുന്നപ്പോൾ അവിടെ പോയിരുന്ന ഉറങ്ങിയപ്പോ പുറത്താരണ്ടോ തട്ടി ഞെട്ടി ഉണന്നു. നോക്കിയപ്പോ ഒരു പിശാജ് പറഞ്ഞടാ പോയി കട്ടിലെ കിടന്ന് ഉറങ്ങ്. നീ എങ്ങാണ് ഇവിടുന്ന് ഉറങ്ങി കിണറ്റി വീഴും. പാസ്റ്റർമാർ എന്നെ ഇവിടെ വെച്ചേക്കുകയല്ല, എനിക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല, പോയി കട്ടിലെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. ഒരു കഥയാ, കേട്ടിട്ടുള്ളൊരു കഥയാ. അതുകൊണ്ട് എല്ലാത്തിനും ചില പിശാചിനെ കുറ്റം പറയും. പല രോഗത്തിന്റെയും കാരണം നാം കഴിക്കുന്ന ആഹാരമാണ്. ആണോ? നാം കഴിക്കുന്ന ആഹാരം തെളിയിച്ചു തരാം. നമ്മൾ കഴിക്കുന്ന ആഹാരം പലതും നമുക്ക് രോഗത്തിന് കാരണമാകുന്നു. ഈ അടുത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ 2018 ഈ വർഷം തന്നെ ഈ മാസം കഴിഞ്ഞ 16-ാം തീയതി മനോരമ പത്രത്തിൽ നിങ്ങൾ വായിച്ചോ? ഇപ്പൊ പിന്നെ നമ്മുടെ ആളുകൾക്ക് പത്രം കിട്ടിക്കഴിഞ്ഞാൽ വായിക്കേണ്ട ആദ്യം കുഞ്ചിക്കുറിപ്പ് എടുത്ത് വായിക്കും, പിന്നെ സ്പോർട്സ് പേജ് എടുത്ത് വായിക്കും, പിന്നെ ഏതെങ്കിലും സിനിമയുടെ പടം ഉണ്ടെങ്കിൽ അതും കണ്ടിട്ട് പേപ്പറും അടക്കി ഒരു ഏറും വെച്ച് കൊടുത്തിട്ട് എഴുന്നേറ്റ് പോകും. നല്ലതൊന്നും കാണണമെന്നും കാണുകയില്ല. നല്ല വിഷയങ്ങളൊക്കെ വല്ലതും വന്നാൽ അതൊന്നും കാണുകയില്ല. ദൈവത്തിന് സ്തോത്രം. ജനുവരി മാസം ഈ കഴിഞ്ഞ 16-ാം തീയതി മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഫ്രഞ്ച് കമ്പനിയായ ലാക്ടാലിസിന്റെ ബേബി ഫുഡിനകത്ത് ദൈവത്തിന് സ്തോത്രം ഒരു ബാക്ടീരിയ സാൽമോണല്ല എന്ന് പറയുന്ന ബാക്ടീരിയ അടങ്ങി എന്ന് പറഞ്ഞ കമ്പനി ഏതാണ്ട് 12 മില്യൺ പാക്കുകൾ, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, 12 മില്യൺ പാക്കുകൾ കമ്പനി തിരിച്ചു വിളിച്ചു. ഇന്ത്യ അടക്കമുള്ള 83 രാജ്യങ്ങളിൽ വിറ്റഴിച്ചു. ദൈവത്തിന് സ്തോത്രം. ബേബി ഫുഡ് ലാക്ടാലിസ് എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനിയുടെ ബേബി ഫുഡിനകത്ത് ദൈവത്തിന് സ്തോത്രം സാൽമോണല്ല എന്ന് പറയുന്ന ബാക്ടീരിയ. ഞാൻ ഈ വാർത്ത വായിച്ചിട്ട് ഞാനൊരു മെഡിക്കൽ സ്റ്റുഡന്റിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഈ സാൽമോണല്ല എന്ന് പറയുന്ന ബാക്ടീരിയ? ഉടനെ ആ കുട്ടി പറഞ്ഞു, ടൈഫോയിഡിന് കാരണമായ രോഗാണുവാണ് അതിന് പറ്റിയ ബാക്ടീരിയ. വയറിളക്കം, ഛർദി, നിർജ്ജലീകരണം, ദൈവത്തിന് സ്തോത്രം, ലൂസ് മോഷനും അതുപോലെ വൊമിറ്റിങ്ങും ഡീഹൈഡ്രേഷനും, ഇത് 3 ഉണ്ടാക്കാൻ പറ്റിയ സാധനം. അതാണ് വാങ്ങിച്ച് നമ്മൾ നമ്മുടെ പിള്ളേർക്കൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് കേട്ടോ. ഇന്ന് വാങ്ങി നമ്മൾ അടിക്കുന്ന സകല ടിൻ ഫുഡുകളും ഓർത്തുകൊള്ളണം. ടിൻ ഫുഡ് അടിക്കുന്നവൻ അധികം ആയുസ് ഉണ്ടാവുകയില്ല. 5 വർഷം അടുപ്പിച്ച് ടിൻ ഫുഡ് അടിച്ചോ നിന്റെ ഒരു കിഡ്നി പോയെന്നുള്ളത് ഉറപ്പാ. അതുകൊണ്ട് ഈ വിധമായ ഭക്ഷണ രീതികളാണ് പലരെയും രോഗികളാക്കുന്നത്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഭക്ഷണത്തിൽ പോലും ബാക്ടീരിയകൾ നിങ്ങൾ തിരിച്ചറിയുമോ? നിങ്ങൾ വാങ്ങിക്കുന്ന ഹോർലിക്സ്, ബൂസ്റ്റ്, എൻഷുർ, എവരഡ എന്നൊക്കെ പറഞ്ഞ് ഏതൊക്കെ സാധനങ്ങളാണെന്നറിയോ? എല്ലാം ടിന്നിനകത്ത് ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അത് മനസ്സിലാക്കാൻ പറയാം. അതിന്റെ പാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പുറമേ ഉള്ള മെറ്റലിന്റെ അടപ്പം കൊണ്ട് തുറന്നാൽ അതിനടിയിൽ ഒരു അലൂമിനിയം പായ്ക്കുണ്ട്. എന്തിനാണെന്നറിയാവോ? എയർ പായ്ക്ക്. ഓക്സിജൻ കയറരുത്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ സൾഫർ, അതുപോലെ സിങ്ക്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, ഇത് ഈ വിധമായ മൂലകങ്ങൾ അടങ്ങി ഇത് ഓക്സിജനുമായി സമ്പർക്കത്തിൽ വന്ന് ഓക്സിഡേഷൻ നടന്നാൽ ഇത് മുഴുവൻ ഓക്സൈഡ് ആവും. ഓക്സൈഡുകൾ മുഴുവൻ വിഷമാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം മുഴുവൻ വിഷമാണ്. എൻഷുർ അടിക്കുന്നവരെ വിഷമാണ് അടിക്കുന്നത്.
അതുകൊണ്ട് വേണ്ടാത്ത പണിയൊന്നും വേണ്ട. പഴയ കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഒരു 40 വർഷത്തിന് മുമ്പ് ആർക്കെങ്കിലും ഷുഗർ ഉണ്ടോ? നമ്മുടെ കാട്ടില് ചേനയും കാച്ചിലും കപ്പയും കൂവയ്ക്കായും കോവയ്ക്കായും എന്ന് വേണ്ട ഇതൊക്കെ ഭക്ഷിച്ചു നടന്ന മനുഷ്യന് രോഗമുണ്ടോ? ഇന്ന് മൊത്തം രോഗം. ഒരാൾക്ക് കാലയിലൊളുക്ക്, ഒരാൾക്ക് കയ്യിലൊളുക്ക്, വേറൊരാൾക്ക് കോച്ച് കൊളുത്ത് എന്ന് വേണ്ട സർവത്ര രോഗം കൊണ്ടുപോകുന്നു. എന്തേ കാരണം? ആധുനിക ലോകം മനുഷ്യനെ രോഗിയാക്കി കൊല്ലുവാൻ ശ്രമിക്കുന്നു. പറയാം, ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പറഞ്ഞാൽ എല്ലാം ഒന്നും തുറന്നു പറയാൻ പറ്റുകയില്ല. 2030 എന്ന് പറയുന്ന വർഷം ശാസ്ത്രത്തിൽ നിർണായകമാണ്. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം. ഡീപോപ്പുലേഷൻ 2030 ഹിഡൻ അജണ്ട എന്ന് പറയുന്ന ഒരു സംവിധാനം ലോകം ആഗോളപരമായി കൊണ്ടുവരികയാണ്. ഈ ലോകത്തിന്റെ ജനസംഖ്യ കുറയ്ക്കുവാൻ 700 കോടിയിലും 100 കോടിയിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന പല ഫുഡുകളും നിങ്ങളെ രോഗിയാക്കി രോഗാതുരമായി ശരീരം തരുമ്പോൾ ഓർത്തുകൊള്ളണം, ഈ ബുദ്ധിമാന്മാർ പറഞ്ഞത് ഒരു ജൈവാക്രമണം. നിങ്ങൾ വിചാരിക്കും മിസൈൽ വരുമെന്നില്ല, ഭക്ഷണത്തിനകത്ത് നിങ്ങളുടെ കൈവശം വരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പഴയ കാലത്തെ ഫുഡിലേക്കൊക്കെ തിരിച്ചു പോക്കോ, ടിൻ ഫുഡുകളെ ആശ്രയിച്ച് മുമ്പോട്ട് പോകരുത്. രോഗാതുരമായ ശരീരം നമ്മിലേക്ക് വന്ന് അത് നമുക്ക് നാശമുണ്ടാക്കുവാനിടയായിത്തീരും. അത് വരാതിരിക്കാൻ നാം സൂക്ഷിച്ചുകൊള്ളണം. മാത്രമല്ല, ഭീകരമായ യുദ്ധ സംവിധാനങ്ങളോടുകൂടെ ലോകം മുൻപോട്ട് പോവുക. അടുത്തതായി പിക്ചർ നമ്പർ 21 നാം വരുമ്പോൾ അണ്ടർ വാട്ടർ ന്യൂക്ലിയർ ഡ്രോൺ എന്ന് പറയുന്ന ഒരു അന്തർവാഹിനി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ അടുത്ത സമയത്ത് റഷ്യ നിർമ്മിച്ചെടുത്ത ഒരു അന്തർവാഹിനിയാണിത്. ഇത് നിർമ്മിച്ചുണ്ടാക്കിയപ്പോൾ അമേരിക്ക ഭയപ്പെട്ടുപോയി. ലോക പോലീസ്, വേൾഡ് പോലീസ് അമേരിക്ക ഈ ഡ്രോൺ കണ്ടിട്ട് ഭയപ്പെടുകയാണ്. കാരണം ലോകത്തിലുള്ള ഏറ്റവും വലിയ അണുവായുധത്തെ പോലും വഹിച്ചുകൊണ്ട് കടലിന്റെ അടിയിലൂടെ മറിഞ്ഞു വന്ന് ഏത് രാജ്യത്തിന് നേരെ പ്രയോഗിക്കുവാൻ ശക്തമായ സംവിധാനങ്ങൾ ലോകരാജ്യങ്ങൾ കണ്ടുപിടിച്ചെടുക്കുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം, ലോകത്തിന്റെ അന്ത്യത്തിലേക്ക്, ഭൂമിയുടെ അന്ത്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് റഷ്യ മറ്റൊരു ആയുധമുണ്ടാക്കിയെടുത്തു. അടുത്ത പിക്ചർ നമ്പർ 23 ആ ഭാഗത്തേക്ക് നാം വരുമ്പോൾ AI പവേർഡ് മിസൈൽ എന്നാണ് അതിന്റെ പേര്. അതിന്റെ അർത്ഥം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേർഡ് മിസൈൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തമായി ചിന്തിക്കുവാൻ കഴിയുന്ന മിസൈലുകൾ റഷ്യ ഉണ്ടാക്കി. ഈ മിസൈലിനെ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് തൊടുത്തു വേണ്ട. പുള്ളിക്ക് തോന്നുക ഇപ്പൊ ബോംബെക്ക് അങ്ങ് പോകാൻ തോന്നിയാൽ ഒറ്റ പോക്ക് ബോംബെ പോയി പൊട്ടും. സ്വയമായി ചിന്തിച്ചു പോകുവാൻ കഴിവുള്ള ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യന്റെ നിയന്ത്രണം പോയി, ഭൂമിമേലുള്ള മനുഷ്യന്റെ നിയന്ത്രണം പോയി. ഈ വിധമായ മാരക സംഹാരശേഷിയുള്ള ഉഗ്ര സ്ഫോടക ശേഷിയുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ലോക നേതാക്കന്മാർ കൈ വീശി വീശി പറയുക, നിങ്ങൾക്ക് സമാധാനം ഇവിടെങ്ങാനും കിട്ടുമോ? തീപ്പന്തത്തിന്റെ മേളിൽ കയറി ഇരുന്നിട്ട് തീപ്പെട്ടി കൊണ്ടിരിക്കുന്ന പോലെ അതിന്റെ ആവശ്യമില്ല. ലോകം കത്താൻ പോവുക, ഭൂമി കത്തിമറിഞ്ഞ് അഗ്നി കടലായി തീരുവാൻ പോകുന്നു. അതിനുള്ള സംവിധാനങ്ങൾ ലോകത്തിലേക്ക് വരുന്നു. മാത്രമല്ല, അമേരിക്ക ഈ ലോകത്തിന്റെ ശക്തിയായി നിൽക്കുമ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും വിറപ്പിച്ചെടുക്കുവാൻ വേണ്ടി അമേരിക്ക ഈ അടുത്ത കാലത്ത് ഒരു ബോംബുണ്ടാക്കി. അതാണ് ഇവിടെ കാണുന്ന പിക്ചർ നമ്പർ 24. അതിന് കൊടുത്തിരിക്കുന്ന പേര് മദർ ഓഫ് ഓൾ ബോംബ്സ്, സകല ബോംബുകളുടെ അമ്മയെന്നാണ് അതിനെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. GB43 എന്ന് പറയുന്ന ഒരു പ്രത്യേക ബോംബായിട്ടാണ് അവരതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത്യുഗ്ര സ്ഫോടന ശേഷിയുള്ളതായ ഒരു ഭീമാകാരമായ ബോംബ്. ദൈവത്തിന് സ്തോത്രം. ഈ ബോംബ് ഒരിടത്ത് വർഷിപ്പിച്ചാൽ, ഈ മദർ ബോംബ് എന്ന് പറയുന്നത് ഇത് ഭൂമിയിൽ മണ്ണിനകത്തിട്ടാൽ ഏതാണ്ട് 200 അടി താഴ്ചയിലേക്ക് പോയി പൊട്ടാൻ ശേഷിയുണ്ട്. അല്ല, ഇതിനെ ഒരു കോൺക്രീറ്റ് പ്രതലത്തിലാണ് വീഴുന്നതെങ്കിൽ ഏതാണ്ട് 100 അടിയോളം ആ കോൺക്രീറ്റ് പ്രതലത്തെ കീറിമുറിച്ച് താഴേക്ക് പോയി അതിന്റെ സ്ഫോടന ശേഷിയുടെ 10 മടങ്ങ് ശക്തിയോടെ പൊട്ടുവാൻ ശക്തമായ ഒരു ബോംബ് അവർ കണ്ടുപിടിച്ചിട്ട് അതിന് പേര് കൊടുത്തു മദർ ഓഫ് ഓൾ ബോംബ്. അത് കേട്ടപ്പോൾ റഷ്യക്ക് അടങ്ങിയിരിക്കാൻ തോന്നിയില്ല. റഷ്യ പഠനം നടത്താൻ തുടങ്ങി. പഠനം നടത്തിയിട്ട് അവർ പുതിയൊരു ബോംബ് ഉണ്ടാക്കി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവർ ഉണ്ടാക്കിയെടുത്ത ബോംബാണ് ഈ പിക്ചർ നമ്പർ 25 കാണുന്നത്. അമ്മയുണ്ടെങ്കിൽ അപ്പനുണ്ടാകണമല്ലോ. അമ്മയപ്പനും ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ഒരു ഉറവും കാണുകയില്ല. ദൈവത്തിന് സ്തോത്രം. 25 നമ്പർ പിക്ചറിൽ കാണുന്നു ഫാദർ ഓഫ് ഓൾ ബോംബ്സ്, സകല ബോംബുകളുടെ അപ്പൻ. അമ്മ അമേരിക്കയിലും അപ്പൻ റഷ്യയിലും ഇരിക്കുകയായി. ലോകത്തെ നശിപ്പിക്കാൻ, ഭൂമി മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കുവാൻ, ഭൂമിയെ മുഴുവൻ ഒറ്റ നൊടിക്കുള്ളിൽ അഗ്നികൂമ്പാരമാക്കുവാൻ ലോകരാജ്യങ്ങൾ ശക്തിയാർജിച്ചു വരുമ്പോൾ ഓർത്തുകൊള്ളണമേ പ്രിയപ്പെട്ടവരെ, ലോകം നിങ്ങൾക്ക് സമാധാനം തരികയില്ല, ലോകം നിങ്ങൾക്ക് സ്വസ്ഥത തരികയില്ല എന്നുള്ള കാര്യം വ്യക്തതയോടുകൂടെ നാം മനസ്സിലാക്കിക്കൊള്ളണം. അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ ലോകത്തിൽ ഒന്നൊന്നായി നിവർത്തിക്കപ്പെട്ടു വരുന്നു. ദൈവത്തിന് സ്തോത്ര. സമയ ചുരുക്കത്താൽ എല്ലാം വിശദമായി പറഞ്ഞു പോകുവാൻ സമയമില്ല. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ ഓർപ്പിച്ച് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 7, 9 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ 7-ാം വാക്യം ഒന്ന് വായിച്ചാൽ 2 തെസ്സലോനിക്കർ 2:7. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്.
ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. 9-ാം വാക്യം വായിക്കുമ്പോൾ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയെ കുറിച്ച് പറയുന്നു. ആദ്യം പറയുന്നു മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി, അധർമ്മത്തിന്റെ മർമ്മം. 9-ാം വാക്യത്തിൽ പറയുന്നു അധർമ്മമൂർത്തി. ദൈവത്തിന് സ്തോത്രം. എന്തിനെ കുറിച്ചാ പറയുന്നതെന്ന് ചോദിച്ചാൽ സമയക്കുറവുകൊണ്ട് ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞു പോയിക്കൊള്ളട്ടെ. ഈ ലോകത്തെ ഭരിക്കുവാൻ കിരാതനായ ഒരു ഭരണകർത്താവ് രംഗപ്രവേശനം ചെയ്യുവാൻ പോകുന്നു. ഒരു എതിർ ക്രിസ്തു, ആന്റി ക്രൈസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു എതിർ ക്രിസ്തു ഏകലോക ഭരണാധികാരി ഈ ലോകം ഭരിപ്പാൻ ഇറങ്ങി വരുന്നു, പുറപ്പെട്ടു വരുന്നു എന്ന് ബൈബിൾ പറയുക. അതിനുള്ള സന്നാഹങ്ങൾ ഇന്ന് ലോകത്തിൽ വളരെ വ്യക്തമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1 മുതൽ വായിച്ചാൽ ആഴത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം, ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി ഉണ്ടായി വന്ന വീണ്ടും ഇല്ലാതെ നാശത്തിലേക്ക് പോകുന്നതുമായ ഒരു മൃഗത്തെ കുറിച്ച് പറയുന്നു. എതിർ ക്രിസ്തു അഥവാ ആന്റി ക്രൈസ്റ്റ് ഈ ലോകം മുഴുവൻ അടക്കി വാഴുവാൻ ഒരു ഏകലോക ഭരണകർത്താവ് വരുമെന്ന് ബൈബിൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഈ അടുത്ത കാലത്തെ ലോക സാഹചര്യങ്ങൾ ചേർത്തൊന്ന് പഠിച്ചേ. ഒരു ലോക ഗവൺമെന്റ് ഉണ്ടായില്ലേ, ഒരു ആഗോള കോടതി ലോകത്തിൽ ഉണ്ടായി വന്നില്ലേ? ഇതെല്ലാം കാണുമ്പോൾ എന്താണ് പഠിക്കേണ്ടത്? ഭൂമിയുടെ അന്ത്യത്തിലേക്ക് വരുവാൻ പോകുന്നു, അന്ത്യത്തിലേക്ക്, അതിന്റെ അവസാനത്തിലേക്ക് വരുവാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവത്തിന് സ്തോത്രം, ആർക്കും വാങ്ങുവാനും വിൽക്കുവാനും കഴിയാത്തൊരവസ്ഥ. വലം കൈമേലോ നെറ്റിമേലോ പേരോ പേരിന്റെ സംഖ്യയായ മുദ്രയോ ഏൽക്കാത്തവൻ ആർക്കും വാങ്ങുവാനും വിൽക്കുവാനും സാധ്യമല്ല. നമ്പറുകളാൽ ലോകം മുഴുവൻ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കാലമുണ്ടാകുമെന്ന് ബൈബിൾ 2000 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞെങ്കിൽ ആധുനിക ലോകത്തിൽ അത് സംഭവിച്ചു തുടങ്ങി, അല്ല സംഭവിച്ച് പൂർത്തീകരണത്തിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരും എന്തിനാലൊക്കെയോ നിയന്ത്രിക്കപ്പെടുന്നു. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം നമ്മുടെ ഭാരതത്തിൽ ഈ അടുത്ത സമയത്ത് സ്ഥാപിച്ച ആധാർ കാർഡ്. പിക്ചർ നമ്പർ 16ലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മനുഷ്യനെ കാണുന്നു, അവന്റെ ആധാർ കാർഡ് കാണുന്നു, അവന്റെ ആധാർ കാർഡുമായി അവന്റെ ഗ്യാസ് കണക്ട് ചെയ്തിരിക്കുന്നു, അവന്റെ ആധാർ കാർഡുമായിട്ട് അവന്റെ ബാങ്ക് അക്കൗണ്ടുകൾ കണക്ട് ചെയ്തിരിക്കുകയാണ്, അവന്റെ ആധാർ കാർഡുമായിട്ട് അവന്റെ ഡ്രൈവിംഗ് ലൈസൻസും അവന്റെ റേഷൻ കാർഡും അവന്റെ ക്രെഡിറ്റ് കാർഡും അവന്റെ മൊബൈൽ ഫോണുകളും മുഴുവൻ ലിങ്ക് ചെയ്തിരിക്കുക. ഈ അടുത്ത സമയത്ത് നിങ്ങൾ കേട്ടില്ലേ, നിങ്ങൾ അറിഞ്ഞില്ലേ ഇതിനെക്കുറിച്ച്? വ്യക്തമായി നിങ്ങൾ വായിച്ചതാണല്ലോ. ഇതെല്ലാം ലോകത്തിൽ സംഭവിച്ചു, നമ്മുടെ ഭാരതത്തിൽ സംഭവിച്ചു. എല്ലാവരും ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് നിയന്ത്രിക്കപ്പെടുന്നു. ഈ വർഷം മാർച്ച് മാസം വരെ മൊബൈൽ ഫോണിന്റെ സിം കാർഡുകൾ ആധാറുമായി ലിങ്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫോണുകൾ താനെ കട്ടാകുവാനിടയാകും. ബാങ്ക് അക്കൗണ്ടുകൾ ആധാറുമായി ലിങ്ക് ചെയ്തില്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ സാധ്യമല്ല. എല്ലാവരെയും കൊണ്ടുവന്ന് ഒരൊറ്റ പോയിന്റിലേക്ക് വലിച്ചടിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളേണം, ഒരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് ലോകം പോകുന്നു. ഭാരതം അതിലേക്ക് ഓടിപ്പോവുകയാണ്. ആധാറിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? ആധാറിന്റെ വിവരങ്ങൾ, നിങ്ങൾ കൊടുത്ത സകല വിവരങ്ങളും ചില നാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ കൈയുടെ ഫിംഗർ പ്രിന്റ് എടുത്തു, നിങ്ങളുടെ ഐ പ്രിന്റ് എടുക്കുവാനിടയായി, നിങ്ങളുടെ സകല റെക്കോർഡുകളും ഡാറ്റകളും അതിനകത്ത് സേവ് ചെയ്തു. എന്നാൽ ഇന്നത്തെ ഇന്ത്യയിലെ പല സമ്പന്നന്മാരുടെ കയ്യിൽ നിങ്ങളുടെ റെക്കോർഡുകളുണ്ട്. മുകേഷ് അംബാനി റിലയൻസിന്റെ ജിയോ എന്ന് പറയുന്ന സിം ഇറക്കി കിട്ടിയപ്പോൾ ബന്ദിക്കോസുകാർ ആദ്യം അത് ക്യൂ നിന്ന് വാങ്ങിച്ചവരുണ്ട്. കാരണം മൊത്തം ഫ്രീ ആണെന്ന് പറഞ്ഞ് ജിയോ സിം ഇല്ലാത്ത ബന്ദിക്കോസുകാരുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എടുത്ത പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സൂക്ഷിച്ചോണം, നിങ്ങളുടെ ഡാറ്റകൾ മുഴുവൻ ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞു, നിങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഫ്രീ ആണെന്നും പറഞ്ഞുകൊണ്ട് ആദ്യം പോയി ജിയോ BSNL കളഞ്ഞിട്ട് ജിയോ എടുത്ത ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. BSNLും ഐഡിയയും എല്ലാം ഊരി വെച്ച് ഇപ്പോൾ ഒരു ഐഡിയയും ഇല്ലാതെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ മനുഷ്യൻ വന്നെത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ ഓർത്തോണമേ, ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത സമയത്ത് ദൈവത്തിന് സ്തോത്ര സാങ്കേതിക വിദഗ്ധനായ എഡ്വേർഡ് സ്നോഡൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഇന്ത്യയിലെ ആധാർ സംവിധാനത്തെ അതിരൂക്ഷമായി വിമർശിപ്പാനിടയായി തീർന്നു. ഇന്ത്യയുടെ ചാരസംഘടനയായ റോയുടെ മുൻ തലവനായിരുന്ന KC വർമ്മ ഈ അടുത്ത സമയത്ത് എഴുതിയ ഒരു ലേഖനത്തോട് ചുവടുപിടിച്ച് സ്നോഡൻ ഇപ്രകാരം പറഞ്ഞു, ഇന്ത്യയുടെ ആധാർ സംവിധാനങ്ങൾ മുഴുവൻ അത് തെറ്റായ രൂപത്തിലാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് അത് വിമർശന രൂപത്തിൽ പ്രഖ്യാപനം നടത്തി പത്രത്തിൽ വന്നതാ. ഞാൻ പറഞ്ഞതല്ല. അറിയാതെ നമ്മൾ വഞ്ചനയിലേക്ക് അകപ്പെട്ടു പോവുക. ഒരൊറ്റ പോയിന്റിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. 666 എന്ന് പറയുന്ന സാർവത്രികത ലോകത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ അതിന് മുന്നോടിയാ ഇന്ന് ഈ അവസ്ഥകളെല്ലാം വരുന്നു. ബാങ്കിന്റെ സംവിധാനങ്ങൾ ഇന്ന് ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ ആർക്കും ഇലക്ട്രിസിറ്റി ബോർഡിൽ പോകണ്ട, ടെലിഫോൺ ബില്ലടയ്ക്കാൻ പുറത്തു പോകണ്ട, എവിടെയും പോകണ്ട. വീട്ടിലിരുന്ന് 2-3 ബട്ടൺ പ്രസ് ചെയ്താൽ എല്ലാം ഓൺലൈൻ ട്രാൻസാക്ഷൻ നടക്കുന്ന സംവിധാനം. ഇനിയിപ്പോൾ ഏറ്റവും അടുത്തതായി ഇന്ത്യയിൽ വരാൻ പോകുന്ന പുതിയൊരു ബാങ്കിംഗ് സിസ്റ്റം ഉണ്ട്. എന്താണ് അതിന്റെ പേരെന്നറിയാം? FRDI എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഫൈനാൻഷ്യൽ റെസൊല്യൂഷൻ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. അതിന്
ചർച്ച നടന്നു. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാം. ഫൈനാൻഷ്യൽ റെസൊല്യൂഷൻ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരിൽ കിടക്കുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയി കിടക്കുന്ന 50 ലക്ഷം രൂപ ഗവൺമെന്റ് നിങ്ങളോട് പറയുകയാണ് അത് ഡെഡ് മണിയാണ്, ഉപയോഗമില്ല, നിങ്ങൾ ഉപയോഗിക്കുന്നില്ല, നിങ്ങൾക്ക് ഉപയോഗമുള്ളപ്പോൾ തരാം, അത് ഞങ്ങൾ ലോൺ എടുക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ചോദിച്ചാൽ തിരിച്ചു തരാൻ പറ്റുകയില്ല. നിങ്ങളുടെ പണം നിങ്ങളുടെ അനുവാദം കൂടാതെ ഗവൺമെന്റ് എടുക്കാൻ പോകുന്നു. എത്രയോ നാളുകൾക്ക് മുമ്പ് ബൈബിൾ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നില്ലേ, നിങ്ങളുടെ വിനിമയ സംവിധാനങ്ങൾ തകരാറിലാകൂ, സ്വകാര്യ വ്യക്തികളുടെ സാമ്പത്തിക ഘടകങ്ങൾ ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടുമെന്നു, എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിൽ അത് സംഭവ്യമാകുമെന്നു ബൈബിൾ പ്രകാരം വിളിച്ചു പറഞ്ഞിട്ട് എത്രയോ കാലങ്ങളായി ഇന്നത് സംഭവ്യമാകുവാൻ പോകുമ്പോൾ ദൈവമക്കൾ ഒരു സത്യം മനസ്സിലാക്കണം. ലോകത്തിന്റെ അന്ത്യത്തിലേക്ക് വന്നു നിൽക്കുകയാണ്. ഈ ലോകത്തിന്റെ അവസാന പോയിന്റിലേക്ക് ദൈവത്തിന്റെ ജനം വന്നു നിൽക്കുന്നു എന്ന് വ്യക്തമായി നാം മനസ്സിലാക്കണം. നാം എന്താണ് ചെയ്യേണ്ടത്? പത്രോസിന്റെ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകുവേ. ലൂക്കോസ് 21:36-ാം വാക്യം വായിക്കുമ്പോൾ സംഭവിപ്പാനുള്ള എല്ലാറ്റിലും ഒഴിഞ്ഞു പോകുവാൻ മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിപ്പേ. ദൈവസഭയോട് അന്തിമമായി പറയുന്ന ദൂത് പ്രാർത്ഥനാ നിരതരായിരുന്നു കൊള്ളുവേ, പ്രാർത്ഥനയിൽ ഉണർന്നുകൊള്ളുവേ. ഈ രാത്രി നമുക്കതാണ് ആവശ്യം. യേശു കാൽവറിയിലേക്ക് പോയപ്പോൾ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരവി. ഈ ഭൂമിക്ക് ഒരു അവസാനമുണ്ട്. അവസാനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമി വല്ലാത്ത അവസ്ഥയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് അവസാനമുണ്ട്, പാപികൾക്കൊരു അന്ത്യമുണ്ട്. അവരെ രക്ഷിപ്പാൻ യേശു വന്നു. ഒരു നീതിമാനൊരു ആരംഭമുണ്ട്, അവനൊരു അവസാനമുണ്ട്. പ്രതിഫലങ്ങളെ നൽകുവാൻ അവനെ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കും. യേശു വരും. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വ്യക്തതയോടുകൂടെ നടക്കുന്നതിന് മുമ്പ് യേശു മടങ്ങി വരും എന്ന് ബൈബിൾ പറയുക. സ്നേഹിത, ഒരുങ്ങിയിട്ടുണ്ടോ? എപ്പോൾ വരും? നിനയാത്ത നാഴികയിൽ. എന്തിനു വരും? കാത്തു നിൽക്കുന്നവർക്കായി നീ കാത്തു നിൽക്കുന്നുണ്ടോ? കണ്ണുകളെ അടച്ചോട്ടെ, മുഴങ്കാൽ മടക്കിയാട്ടെ. ബൈബിൾ ക്ലാസിന്റെ സമാപന രാത്രി യോഗം. ഇന്ന് രാത്രി ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം നമ്മുടെ മധ്യ ഉണ്ടാകണമെന്ന് വേദപുസ്തകം നമ്മോട് ആഹ്വാനം ചെയ്യും. യേശു പറയുക, സംഭവിപ്പാൻ ഉള്ള എല്ലാറ്റിലും ഒഴിഞ്ഞു പോകുവാൻ മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽക്കുവാൻ ദൈവമക്കൾ പ്രാപ്തരാകണമെങ്കിൽ സദാകാലം, ഇന്നല്ല നാളെയല്ല, എന്നും മരണം വരെ ഉണർവുള്ളവരായി പ്രാർത്ഥനയുള്ളവരായി മുൻപോട്ട് ജീവിതത്തെ തള്ളി നീക്കട്ടെ. കളിയെന്ന് വിചാരിച്ച് മുൻപോട്ട് പോകേണ്ട, പാപത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്യുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഒരുപക്ഷെ നീ ഒരു ക്രൈസ്തവനായിരിക്കാം, അല്ലെങ്കിൽ ഒരു അക്രൈസ്തവനായിരിക്കാം, ആരുമായിക്കോട്ടെ, ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുക. സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിന്റെ ഭാരങ്ങൾ എത്ര വലുതാ. ഇന്ന് രാത്രി യേശുവിന്റെ പാദപീഠത്തിൽ ഇറക്കി വയ്ക്ക്. ഒരുപക്ഷെ രോഗാതുരമായ ശരീരം, പാപം നിറഞ്ഞ ശരീരത്തിൽ ബലഹീനപ്പെടുത്തുമ്പോൾ ഇന്ന് രാത്രി അതിൽ വിടുതൽ പ്രാപിപ്പാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ യേശു നിന്നെ വിളിക്കുകയാ. അവന്റെ സ്നേഹമുള്ള വിളി. യേശു നിന്നെ വിളിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയാട്ടെ. ലുക്ക് അൺടു ജീസസ്. അവനാണ് നമ്മുടെ നായകൻ, അവനാണ് നമ്മുടെ പൂർണ്ണത വരുത്തുന്നവൻ. ആഗ്രഹമുള്ളവർ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ.